ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി, എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രേയർ മിനിസ്ട്രിയിൽ നിന്നാണ്. നോയമ്പ് കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ സ്വയം ഒന്ന് ആത്മശോധന ചെയ്യാനും ക്ഷമിക്കാനും മാപ്പ് കൊടുക്കാനും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിലൂടെ മാത്രമേ നമുക്ക് സാധിക്കത്തുള്ളൂ. കാരണം നമ്മൾ എന്തെല്ലാം നോയമ്പും ആചാരങ്ങളിലൂടെ കടന്നു പോയാലും എന്തെല്ലാം നമ്മൾ പരിത്യാഗ പ്രവൃത്തികൾ ചെയ്താലും നമ്മുടെ ജീവിതത്തിൽ ക്ഷമിക്കാനും പൊറുക്കാനും ഇല്ല എങ്കിൽ സാത്താൻ നമ്മളെ തകിടം മറിക്കും. ഗലാത്യക്കാർക്ക് പൗലോസ് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം 22-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, ക്ഷമ, ദയ, നന്മ. സ്നേഹം, സമാധാനം, ആനന്ദം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, സംയമനം. അപ്പോൾ സ്നേഹം വേണം, സമാധാനം വേണം, ആനന്ദം വേണം. ഇതെല്ലാം വേണമെങ്കിൽ എന്ത് വേണം? ക്ഷമ വേണം. ക്ഷമയില്ലാതെ ഇത് വല്ലതും ഉണ്ടാവുക? മഹാനായ വിശുദ്ധ ഗ്രിഗറി ഇപ്രകാരം പഠിപ്പിക്കുന്നു, ക്ഷമ എല്ലാ സുഹൃതങ്ങളുടെയും തായ്വേരാണ്. ഇപ്പോൾ വേറെ ഏതെങ്കിലും വഴി ഉണ്ടായിരുന്നെങ്കിൽ പുണ്യാഭിവൃദ്ധി പ്രാപിക്കാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തന്നെ നമുക്കത് കാണിച്ച് തന്നേനെ. മത്തായി സുവിശേഷം 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നുണ്ട്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. വേഗം സ്കിപ്പ് ചെയ്തിട്ട് ഓടിക്കളയരുത്. കാരണം ഈ നോയമ്പ് കാലത്ത് നമുക്ക് ഏറ്റവും പ്രയോജനപ്രദമായ 2 അക്ഷരമുള്ളൂ, പക്ഷേ മാറ്റം വരുത്തിയാൽ ഇത്ര നല്ല, ഇത്ര ഗുണമുള്ള, ഇത്രക്ക് അനുഗ്രഹപ്രദമായ ഒരു കാര്യം ജീവിതത്തിൽ വേറെ ഇല്ല. അപ്പം ക്ഷമ എന്ന 2 അക്ഷരമുള്ളൂ. പക്ഷേ ഉണ്ടല്ല, ഇതാ അഴിച്ച് വാൽവ് തുറന്നു വിട്ടതുപോലെ അനുഗ്രഹങ്ങൾ, ലോക്കഴിച്ച് വിട്ടതുപോലെ അനുഗ്രഹങ്ങൾ കുത്തൊഴുക്കായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇത്രയും വർഷം പ്രാർത്ഥിച്ചിട്ട് നടക്കാത്ത, ഇത്രയും വർഷം ഓടി നടന്നിട്ട് അഴിയാത്ത കെട്ടുകൾ, ഇനി ഓടാത്ത സ്ഥലം, കയറി ഇറങ്ങാത്ത പടികളുമില്ല, മടുത്തിരിക്കുന്നവരുണ്ട്. അവിടെയെല്ലാം ഈ മേഖല ഒന്ന് പരിശോധിച്ച് നോക്കുന്നത് നല്ലതായിരിക്കും. മത്തായി 6:12 സ്വർഗസ്നായ പിതാവേ എന്നുള്ള യേശു പഠിപ്പിച്ച ആ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത്. അപ്പോൾ പ്രാർത്ഥനയിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ക്ഷമ. എന്നതുകൊണ്ട് തന്നെയാണ് കർത്താവ് ഈശോ പഠിപ്പിച്ച ആ മനോഹരമായ സ്വർഗസ്നായ പിതാവേ എന്നുള്ള പ്രാർത്ഥനയിൽ പോലും ക്ഷമയ്ക്ക് വളരെ സുപ്രധാനമായ സ്ഥാനമുണ്ട്. അപ്പോൾ ഇതൊക്കെ പോട്ടെ, ചിലർ പറയും എനിക്കാരോടും ക്ഷമിക്കാനില്ലേ, ഇനി ആർക്കെങ്കിലും എന്നോടുണ്ടോയെന്ന് അറിയില്ല. പലപ്പോഴും അതൊരു ഒളിച്ചോട്ടമോ അല്ലെങ്കിൽ അറിവുകേടോ. മാർക്കോസ് 12:24 പറയുന്നുണ്ട്, വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാഞ്ഞിട്ടല്ലേ നിങ്ങൾക്ക് തെറ്റ് പറ്റുന്നത്. ഇത് കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ ആരോ കൂടോത്രം ചെയ്ത്, ആരോ മന്ത്രം ചെയ്ത്, അല്ലെങ്കിൽ ഗ്രഹത്തിൻ്റെ ദോഷം, സ്ഥാനത്തിൻ്റെ ദോഷം, സമയത്തിൻ്റെ ദോഷം, സ്ഥലത്തിൻ്റെ ദോഷം, കന്നി മൂലയുടെ ദോഷം, വീടിൻ്റെ കട്ടിലയുടെ ദോഷം, ബാത്റൂമിൻ്റെ ദോഷമാണ്. കാരണം ഇത് വെറുതെ ഒരു ഭോഷത്വം പറയുകയല്ല. ചില ആളുകളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ചില വീടുകളിലൊക്കെ ചെല്ലുമ്പോൾ നല്ല തിരുഹൃദയത്തിൻ്റെ ചിത്രമൊക്കെ പ്രതിഷ്ഠിച്ച് ഒരു വശത്ത് മാതാവ്, ഒരു വശത്ത് ഔസേപ്പിതാവ്, ഇപ്പുറത്ത് നടുക്ക് ക്രൂശ് രൂപം, പിന്നെ ഇടവ മധ്യസ്ഥൻ്റെ രൂപമോ ചിത്രമോ എല്ലാം നല്ല ആൾത്താരെ വെട്ടുന്ന പോലെ. പക്ഷേ അവിടെ വീടിനൊക്കെ തുളയൊക്കെ ഇട്ട് വെച്ചേക്കണം, സ്പെഷ്യൽ തുള. അപ്പോൾ പറയും തേര് പോകാൻ, ക്രിസ്ത്യാനിയുടെ വീട്ടിലാണ് തേര് പോകാൻ. അന്ധവിശ്വാസങ്ങൾ ഒരു വശത്ത് പരിപോഷിപ്പിക്കുന്നു, അല്ലെങ്കിൽ ഇതുപോലെയുള്ള സമയം നോട്ടം, ശകനം നോട്ടം, അന്ധവിശ്വാസം, അനാചാരം. എങ്ങനെ ദൈവകൃപ നമ്മുടെ കുടുംബത്തിൽ വരും? 2 വഞ്ചിയിലും കാലുവെച്ച് പോകുന്ന അവസ്ഥ. സാത്താനെ നമ്മൾ പാലൂട്ടി താരാട്ടി ഇരിക്കുന്നതിന് തുല്യമല്ലേ? അപ്പോൾ യോഹന്നാൻ 12:24 പറയുന്നുണ്ട്, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്ന പക്ഷം അത് ഫലം പുറപ്പെടുവിക്കും, അഴിയുന്നില്ലെങ്കിലോ അത് അതേപടി ഇരിക്കും. ക്ഷമയെക്കുറിച്ച് ഇത് വളരെ പ്രസക്തമാണ്. അപ്പോൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഗോതമ്പ് മണി ചേറിലേക്ക് വീഴുന്നത് പോലെ തന്നെ ഒരു ക്ഷമ വേണ്ട പ്രക്രിയയാണ്. ഇത്തിരി
സഹനങ്ങളുള്ള അവസ്ഥയാണ്. അപ്പോൾ സഹനത്തെ സാത്താൻ എപ്പോഴും ശാപമായിട്ട് കാണാനായിട്ട് പ്രേരിപ്പിക്കും, അല്ലെങ്കിൽ വേറെ ദോഷങ്ങളായിട്ട്. അതുകൊണ്ട് തന്നെയാണ് മത്തായി 16:23 ഈശോ പറയുന്നുണ്ട്, ഈ സഹനത്തെക്കുറിച്ച്, കർത്താവിൻ്റെ പീഡാസഹനത്തെക്കുറിച്ച് 1-ാം പ്രവചനം നടത്തിയപ്പോൾ പത്രോസിലൂടെ കയറി എന്ന് തടസ്സം പറയുകയാണ്. അപ്പോൾ സാത്താനെ, മത്തായി 16:21, ദൂരെ പോ, നിൻ്റെ ചിന്ത ദൈവികമല്ല മാനുഷ്യമാണ്. സഹനത്തെ ശാപമായിട്ട് കാണാൻ ആര് കാണിച്ചു തരും? സാത്താൻ പ്രേരിപ്പിച്ച് തരും. അതുകൊണ്ട് സഹനം വേണ്ട, പുണ്യം മാത്രം മതി എന്നും പറഞ്ഞ്. അപ്പോൾ സഹനം കൂടാതെ പുണ്യാവധി പ്രാപിക്കാനായിട്ട് ഒരിക്കലും സാധിക്കില്ല. ക്രിസ്തുവിൻ്റെ മുഖമുദ്രയാണ്, ക്രിസ്ത്യാനിയുടെ മുഖമുദ്രയാണ് എന്ത്? സഹനം. ബൈബിളിലുടനീളം ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പരിശോധിച്ചാൽ സഹനത്തിൽ നിന്ന് ഒളിച്ചോടാനല്ല പറയുന്നത്, സഹനം സ്പിരിച്വലി ദൈവീകമായിട്ട് കൈകാര്യം ചെയ്യണം. മത്തായി സുവിശേഷം 16-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ പരിത്യജിച്ച് എൻ്റെ പിന്നാലെ വരിക. ഞാനെന്ന ഭാവം എനിക്ക്, എൻ്റെ എന്നും പറഞ്ഞ് ഞാനുണ്ടാക്കിയതാണ്, ഞാൻ പ്രാർത്ഥിച്ചതാണ്, എൻ്റെ ജോലി, എൻ്റെ പൈസ, എൻ്റെ കുടുംബസ്വത്ത്, എൻ്റെ വീട്ടിൽ നിന്ന് തന്നത്, ഇതും പറഞ്ഞുകൊണ്ടിരുന്ന വലിയ കൊമ്പും വെച്ച് അവിടെ ഇരിക്കുകയുള്ളൂ. കൂടെയുള്ളവരൊക്കെ ഓടിപ്പോവും. ഇനി ജീവിച്ചാൽ തന്നെ കാരാഗ്രഹത്തിൽ താമസിക്കുന്നത് പോലെ വർഷങ്ങളോളം ഒരു മതിൽക്കെട്ടിൽ അല്ലെങ്കിൽ കൂരുരുട്ടിൽ തപ്പിത്തടയുന്ന അവസ്ഥ. അതുകൊണ്ട് ക്ഷമിക്കുക, പൊറുക്കുക. ആരോട് ക്ഷമിക്കണം? ഒന്നാമതായിട്ട് ദൈവത്തോട് തന്നെ രമ്യതപ്പെടുക. രണ്ടാമത്തെ കാര്യമാണ് നമ്മളോട് തന്നെ, അവനവനെ തന്നെ ക്ഷമിക്കാൻ. ആണായതുകൊണ്ട് പെണ്ണായതുകൊണ്ട് വെറുപ്പുള്ളവരുണ്ട്, ആണായതുകൊണ്ട് വെറുപ്പുള്ളവരുണ്ട്, അല്ലെങ്കിൽ പൊക്കം കൂടിയതുകൊണ്ട്, കുറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ മുടി കുറവായതുകൊണ്ട്, കഷണ്ടി ആയതുകൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്നും കണ്ടുപിടിക്കും. നിറം കൂടിയതുകൊണ്ട്, കുറഞ്ഞു, അതിൻ്റെതായ ഒത്തിരി മുറിവുകളൊക്കെ ജീവിതത്തിൽ സഹിക്കേണ്ടി വന്നിട്ടുണ്ടാകാം. അപ്പോൾ അവനവനോട് തന്നെ വെറുപ്പാക്കി നട്ടടം സ്വർഗമാക്കി മാറ്റണം. അതാണ് പോയിന്റ്. നട്ടടം സ്വർഗമാക്കി മാറ്റണം. അതുപോലെ തന്നെ മറ്റുള്ളവരോടുള്ള വെറുപ്പ് അതൊട്ടും ആശാസ്യമല്ല. അങ്ങോട്ടോ ഇങ്ങോട്ടോ. അവിടെ പറയുന്നത് മത്തായി 5:23 പറയുന്നുണ്ട്, ബലിയർപ്പിക്കാൻ നീ ബലിപീഠത്തിലേക്ക് പോകുമ്പോൾ ബലിവസ്തു അവിടെ വെച്ചിട്ട് ഒരു കുറവുമില്ല. ബലിപീഠവും പ്രാർത്ഥനയും കുർബാനയൊല്ലിക്കലും അതെല്ലാം നല്ല കാര്യം തന്നെ, ഏറ്റവും നല്ല കാര്യമാണ്. പക്ഷേ എന്ത് വേണം? വെറുപ്പ് മാറ്റണം. ബലിവസ്തു അവിടെ വെച്ച് പോയി സഹോദരനോട് രമ്യതപ്പെട്ട ആറ്റിറ്റ്യൂഡിൽ മാറ്റങ്ങൾ ഉണ്ടാകണം. അഭിനയിച്ചിട്ട് കാര്യമില്ല. ഇന്ന് ഓരോ കുടുംബങ്ങളിൽ ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ സ്വന്തക്കാരെയും ബന്ധക്കാരേക്കാൾ കൂടുതൽ ആ സംഘടനയുടെ ഈ സംഘടനയുടെ ആൾക്കാരും കൂട്ടുകാരും അങ്ങനെയൊക്കെ പലപ്പോഴും മറ്റുള്ളവരെയൊക്കെ അവിടെ മുറിവ് ഇവിടെ മുറിവ്, അവർ വെറുപ്പ് ഇവർ വെറുപ്പ്, മത്സരബുദ്ധി, ആകെ പ്രശ്നം. അപ്പോൾ മരിച്ചു കഴിഞ്ഞാൽ കയറിപ്പോയതെന്ന് പറഞ്ഞവർ പോലും ഒന്ന് വന്നിട്ട് പോകണ്ടോ ഇല്ലയെന്ന് ചിലപ്പോൾ ഈ പറഞ്ഞ ആൾ അറിയത്തില്ല. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ഈ നോയമ്പ് കാലത്തിൽ നമുക്കൊരു ആത്മശോധന ചെയ്യാനായിട്ട് സഹായകമായ ഒരു സങ്കീർത്തനം 38, രോഗിയുടെ രോദനം എന്നാണ് അതിൻ്റെ ഹെഡിങ്. 38-ാം സങ്കീർത്തനത്തിൽ 3 മുതൽ 14 വരെയുള്ള ആ വാക്യങ്ങൾ നമുക്കൊന്ന് ആത്മശോധന, നമുക്ക് കറണ്ടൊക്കെ ഉണ്ടാകുന്നറിയാൻ ഒന്നുകിൽ സ്വിച്ച് ഇട്ട് നോക്കണം, അല്ലെങ്കിൽ സ്വിച്ച് ഓൺ ചെയ്തിട്ട് ഒരു ടെസ്റ്റർ കുത്തി നോക്കണം. അപ്പോൾ ഇതുപോലെ ഒന്ന് നമ്മളെ തന്നെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരമാണ്. 38-ാം സങ്കീർത്തനം 3 മുതൽ ഓരോന്നായിട്ട് നമുക്ക് പറയാം. 3-ാമത്തെ സങ്കീർത്തനം, നമ്മളിൽ ക്ഷമിക്കാനുണ്ടോ, പൊറുക്കാനുണ്ടോ, മാറ്റം വരുത്താനുണ്ടോ, മാറ്റം വരുത്താത്തത് കൊണ്ട് എന്താ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ, ഇതിലേതെങ്കിലും അസ്വസ്ഥതകൾ ഈ പറഞ്ഞ രീതിയിൽ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടോ, എന്നാൽ ഓടിക്കോ, കുമ്പസാരക്കൂട്ടിലോട്ട് ഓടിക്കോ. അതുപോലെ തന്നെ കൗൺസിലിങ്ങിലൂടെയും കൂദാശകളുടെ അടിക്കടിയുള്ള സ്വീകരണം വഴി നമ്മളെ തന്നെ ഒന്ന് ശുദ്ധീകരിച്ച്, കൂദാശ എന്ന് പറയുമ്പോൾ എന്താ, കുമ്പസാരം ഒരു കൂദാശ തന്നെയാണ്. അതുകൊണ്ട് വലിയ ഡിമാൻഡ് ഇട്ട് നിൽക്കണ്ട, കുമ്പസാരിക്കുക. അതുപോലെ വിശ്വകുർബാന ഒരു കൂദാശയാണ്, വിശുദ്ധീകരിക്കുന്ന കർമ്മം, സാക്രിമെൻറ്റോ. അപ്പോൾ വിശുദ്ധീകരിക്കാൻ ഏറ്റവും സഹായമാണ്. ഒന്ന് രോഗം വരാതിരിക്കാനും നമ്മൾ മരുന്ന് കഴിക്കും, രോഗം മാറാനും മരുന്ന് കഴിക്കും. അതുപോലെ തന്നെ കൂദാശ വിശുദ്ധിയിൽ ജീവിക്കാനും നമ്മളെ സഹായിക്കും, പാപമോചനത്തിനും നമ്മളെ സഹായിക്കും. അപ്പോൾ 2 ഗുണമാണ്. വീണ്ടും വീണ്ടും പാപത്തിൽ വീണു പോകാതിരിക്കാനും ആവശ്യമായ പ്രതിരോധ ശക്തി ശാരീരികവും മാനസികവും ആത്മീയമായിട്ട്
നമുക്ക് കിട്ടും. കുമ്പസാരത്തിലൂടെ അത്ഭുതകരമായ രോഗശാന്തി കിട്ടിയ എത്രയോ സംഭവങ്ങൾ അറിയാമെന്നറിയാം ഈ ശുശ്രൂഷ ജീവിതത്തിൽ. കാരണം കഴിഞ്ഞ് പോയി എല്ലാവരും അറിയിച്ചോ എന്നൊക്കെ പറഞ്ഞപ്പോൾ നല്ല കുമ്പസാരത്തിനൊക്കെ ഒരുക്കി അച്ഛനെ കൊണ്ടുവന്നോ അല്ലെങ്കിൽ പോയി കുമ്പസാരിപ്പിച്ച അങ്ങനെയുള്ള കേസുകൾ എത്രയോ കേസുകളുണ്ടെന്നാണ്. കുമ്പസാരത്തെ നിസ്സാരമായിട്ടൊന്നും കാണില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് സാത്താൻ ഏറ്റവും കൂടുതൽ കയറി ഇതിലൊക്കെ ആക്രമിക്കാനായിട്ട് നോക്കുന്നത്. അപ്പോൾ കുമ്പസാരം അതിൻ്റേതായ ലെവലിൽ എടുത്താൽ തന്നെ പല കെട്ടുകളും അഴിയാക്കും. ഒരു മാനസിക രോഗം പോലും സുഖപ്പെട്ടതായിട്ട് എനിക്ക് നേരിട്ടറിയാം. നമ്മൾ വന്നിട്ടുള്ള കേസാണ്. നല്ല കുമ്പസാരം നടത്തി പടിപടിയായിട്ട് കുമ്പസാരിച്ച്. അതുകൊണ്ടാണ് ഇത് ഷൈജു ബ്രദറിൻ്റെ വാക്കല്ല, വിക്ടർ ഫ്രാങ്ക്ലിൻ എന്ന ലോകപ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ പറയുന്ന ഇതാണ്. മാനസിക രോഗം പോലും സുഖപ്പെടുന്നത് കുമ്പസാരം എന്ന കൂദാശ വഴി സുഖപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എന്ന് ലോകപ്രശസ്ത മനഃശാസ്ത്രജ്ഞ ഡോക്ടർ പറയുക. അത് ഊട്ടി ഉറപ്പിച്ച് തന്നെ പറയുകയാണ്. 35 വർഷത്തെ ശുശ്രൂഷ ജീവിതത്തിൽ മാനസിക രോഗം മാത്രമല്ല മനുഷ്യൻ്റെ മാനസാന്തരം ഉണ്ടാകുക എന്നുള്ള ഏറ്റവും വലിയ കാര്യം. രോഗശാന്തി കിട്ടുന്നതിൽ എനിക്ക് വലിയ അത്ഭുതങ്ങളൊന്നും തോന്നിയിട്ടില്ല. ക്യാൻസർ രോഗി മരിച്ചെന്നും പറഞ്ഞ് 4th സ്റ്റേജ് അല്ലെങ്കിൽ എല്ലായിടത്തും സ്പ്രെഡായെന്ന് പറഞ്ഞ രോഗിക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചതും പ്രാർത്ഥിച്ചതും വചനം പറഞ്ഞു കൊടുത്ത് പ്രാർത്ഥിച്ചതും ഒക്കെ ഒത്തിരി കേസുകൾ ഇപ്പോഴും ജീവനോട് ഇരിപ്പുണ്ട്. ക്യാൻസറിൻ്റെ പാടുപോലുമില്ല. പക്ഷെ അതിനേക്കാൾ വലുതാണ് ഈ ലോകത്തിൻ്റെ അറ്റം വരെ പോയാലും ഒരു മനുഷ്യൻ്റെ സ്വഭാവം മാറ്റുക അല്ലെങ്കിൽ മാനസാന്തരം ഉണ്ടാകുക, തിന്മകൾ ഉപേക്ഷിക്കുക എന്നുള്ളത് ആ വ്യക്തിയുടെ ഉള്ളിൽ വരേണ്ട മാറ്റമാണ്. അത് ഈ ലോകത്ത് ആരെല്ലാം വിചാരിച്ചാലും ആ വ്യക്തി സ്വയം തയ്യാറില്ല എങ്കിൽ, മാറ്റം വരുത്തുന്നില്ലെങ്കിൽ, മാനസാന്തരപ്പെടുന്നില്ല എങ്കിൽ ഒരിക്കലും സാധ്യമല്ല. അപ്പോൾ അസാധ്യമായ രോഗം മാറുന്നതിനേക്കാൾ മരുന്നും ചികിത്സയും പ്രാർത്ഥനയും എല്ലാം വഴി രോഗം മാറുന്നുണ്ട്. ഇനി മരുന്നുകൊണ്ട് മാറാത്തത് രോഗശാന്തി പ്രാർത്ഥനയും കൂദാശകളുടെ സ്വീകരണങ്ങളും ധ്യാനങ്ങളും വചനവും വഴി എല്ലാം അത്ഭുതകരമായിട്ട് വചനം എല്ലാ ദിവസവും പറഞ്ഞു പ്രാർത്ഥിച്ചു, എഴുതി പ്രാർത്ഥിച്ചു, വചനം കേട്ട് പ്രാർത്ഥിച്ചു, സൗഖ്യപ്പെട്ട തളർന്നു പോയവർ എഴുന്നേറ്റത്, ക്യാൻസർ മാറിയത് നിരവധിയുണ്ട്. ഞാൻ പറഞ്ഞു തരാം തെളിവ് സഹിതം. ഇവിടെ തെളിവ് സഹിതം ഒത്തിരി കേസുകളുണ്ട്. ജീവനോടെ ഇപ്പോൾ ഇരിക്കുന്ന പൂർണ്ണമായിട്ട് മാറിപ്പോയ. അപ്പോൾ പക്ഷേ മനസാന്തരം എന്ന് പറഞ്ഞാൽ ഉണ്ടാകേണ്ട മാറ്റം ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ആയിരിക്കേണ്ട അവസ്ഥയിലേക്ക് രൂപാന്തരപ്പെടും. അപ്പം നമുക്ക് ഈ വചനത്തിലേക്ക് കടന്നു വരാം. 38 സങ്കീർത്തനം 3 മുതൽ അങ്ങയുടെ രോഷം മൂലം എൻ്റെ ശരീരത്തിൽ സ്വസ്ഥതയില്ല. ഒരു സമയവും സ്വസ്ഥതയില്ലെന്ന് പറയുന്നവരാണോ നമ്മൾ? എൻ്റെ സ്വസ്ഥത കളയല്ലേ എന്ന് പറയും. പല്ലൊക്കെ കടിച്ചു പിടിച്ചിട്ട് എന്നെ ഒന്ന് അസ്വസ്ഥപ്പെടുത്തല്ലേ എന്ന് പറയും. ആരും അസ്വസ്ഥപ്പെടുന്നതല്ല, നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയോ പൊട്ടിത്തെറി അല്ലെങ്കിൽ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന അവസ്ഥ, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ ക്ഷമിക്കാനുണ്ടോ എന്ന് പരിശോധിച്ചാലുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ സ്വസ്ഥത കുറവുണ്ട്. ഒരു സമയവും സ്വസ്ഥമായിട്ടിരിക്കുമല്ലോ, ഒരു സമയവും സ്വസ്ഥതയില്ല, ഒന്നിലും സ്വസ്ഥതയില്ലാത്ത അവസ്ഥ. അപ്പോൾ അത് കണ്ടുപിടിച്ച് യേശുവിൻ്റെ തിരക്തം കൊണ്ട് ആ മേഖലകൾ ചിലപ്പോൾ വളരെ ചിലത് ഇൻബോണായിട്ട് കിട്ടിയതാണ്. ആ മേഖലയൊക്കെ ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കണം. ഒന്നിലും സ്വസ്ഥതയില്ല, ഒന്നിലും തൃപ്തിയില്ലാത്ത അവസ്ഥ. 2, എൻ്റെ പാപം നിമിത്തം എൻ്റെ അസ്ഥികളിൽ ആരോഗ്യമില്ല. പലരും വിചാരിക്കുന്ന ഇതാണ്, കുമ്പസാരിച്ച് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു. കുമ്പസാരം വളരെ നല്ലത് തന്നെയാണ്. പക്ഷേ കുമ്പസാരിച്ചിട്ട് ക്ഷമിച്ചിട്ടില്ല എങ്കിൽ കള്ളക്കുമ്പസാരമാണ്. വെറുതെ പോയി നാക്ക് നീട്ടി വിശ്വകുർബാനയെ സ്വീകരിച്ച് കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്നതിനും തള്ളിപ്പറയുന്നതിനും തുല്യമാണ്. വലിയ പ്രസംഗവും വചനവും ധ്യാനവും എല്ലാം കേട്ടിട്ട് എഴുതിയും വെക്കും, പറയുകയും ചെയ്യും, പ്രാർത്ഥിക്കും, അടിപൊളി 1000 പ്രാവശ്യം. പക്ഷേ കണ്ടാമിണ്ടയില്ല, മുഖവും മാറ്റി ആവശ്യം വിളിച്ചാൽ സഹകരിക്കുകയില്ല, ആവശ്യങ്ങളൊന്നും അവരോട്ട് വിളിക്കുകയില്ല. അങ്ങനൊരു ബന്ധം ഇല്ല, അറുത്തു മുറിച്ച പോലെ. ഇതിലെന്ത് ക്ഷമയാ? എന്നിട്ട് ഭയങ്കര മധ്യസ്ഥ പ്രാർത്ഥനയും ഭയങ്കര സ്വസ്ഥതയില്ലാഞ്ഞിട്ടാ. കൊന്തയൊല്ലല്, കരുണക്കൊന്തയൊല്ലല്, കുരിശിൻ്റെ വഴിയൊല്ലല്. കർത്താവ് നമ്മളോട് എന്താ പറയണം? ഞാൻ ക്ഷമിച്ചതുപോലെ നിങ്ങൾ ക്ഷമിക്കാം. മത്തായി 6:14 നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങളോട് ക്ഷമിക്കും, നിങ്ങൾ ക്ഷമിക്കുകയില്ലെങ്കിൽ എൻ്റെ സ്വർഗസ്വനായ പിതാവ് നിങ്ങളോട് ക്ഷമിക്കില്ല. എന്തിനാളെ പറ്റിക്കണം? ദൈവത്തെ പറ്റിക്കണം. കണ്ണടച്ച് പിടിച്ചിട്ട് ഇരുട്ടാണെന്ന് പറഞ്ഞാൽ ആകത്തില്ല. അതുകൊണ്ട് എൻ്റെ ശരീരത്തിൽ സ്വസ്ഥതയില്ല. 2-ാമത്തെ കാര്യം, എൻ്റെ പാപം നിമിത്തം എൻ്റെ അസ്ഥികളിൽ ആരോഗ്യമില്ല. ഉള്ളിൽ അടച്ച പോലത്തെ രോഗങ്ങൾ, വേദനകൾ, മരുന്നുകൾ ഫലിക്കാത്ത അവസ്ഥ. ടെസ്റ്റ് ചെയ്തിട്ടും കണ്ടുപിടിക്കുന്നില്ല, കണ്ടുപിടിച്ചാൽ തന്നെ മരുന്ന് ഫലിക്കുന്നില്ല. ഇതാ പാപം നിമിത്തം അസ്ഥികളിൽ ആരോഗ്യമില്ല. ഇതിനേക്കാൾ ബലമുള്ള കാര്യം ശരീരത്ത് വേറെ ഒന്നുമില്ലല്ലോ. അസ്ഥികൾ, ശരീരത്തെ നിവർത്തിയിരുത്തുന്ന താങ്ങിയിരുന്ന അസ്ഥികൾക്ക് പോലും അസ്ഥിയുടെ ഉള്ളിലടച്ച പോലത്തെ അവസ്ഥയും
ബലക്കുറവും തേയ്മാനവും. ഇന്ന് കംപ്ലീറ്റ് തേയ്മാനക്കാരാണ്. ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ വിധിക്കാനോ അല്ല, സ്വയം ഒരു ആത്മശോധന. കാരണം കുറേ വർഷമായില്ലേ ചിലരൊക്കെ ജീവിതകാലം മുഴുവൻ ചുമന്ന് വഹിച്ച് തലയിൽ വെച്ച് പുറത്തോട്ട് കാര്യമൊന്നും പിടികിട്ടല്ല, മറന്നുപോയി. പക്ഷേ വർഷങ്ങളായിട്ട് ഈ വെറുപ്പും ചൊത്താലും ക്ഷമിക്കൂല, അല്ലെങ്കിൽ ഇവനൊക്കെ അനുഭവിച്ചിരിക്കും, കാണിച്ചു കൊടുക്കാം എന്നും പറഞ്ഞിട്ട് ചിലർ പ്രതികാരം ചെയ്യാൻ ശക്തിയില്ലാത്തത് കൊണ്ട് വിട്ടുകളയും. പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പിൻ്റെ കോട്ട കെട്ടിക്കൊണ്ടിരിക്കും. അത് വെറുപ്പ് തന്നെയാണ്, ക്ഷമിക്കാത്ത അവസ്ഥയാണ്. അപ്പോൾ പ്രതിയോഗി നമ്മളെക്കാൾ ശക്തനായതുകൊണ്ട് തിരിച്ചടിക്കുന്നില്ല. പക്ഷേ അവനും അവൻ്റെ കുടുംബവും അനുഭവിക്കും, തലമുറ അനുഭവിക്കും. പറഞ്ഞിട്ടില്ലേ, ചിന്തിച്ചിട്ടില്ലേ, അവൻ്റെ നാശം കണ്ടപ്പോൾ സന്തോഷിച്ചിട്ടില്ലേ? അതൊക്കെ വെറുപ്പ് തന്നെയാണ്, ക്ഷമിക്കാത്ത അവസ്ഥയാണ്. അവരെക്കുറിച്ച് കേൾക്കാൻ പോലും ഇഷ്ടപ്പെടുന്നില്ല, കേട്ടാൽ അസ്വസ്ഥരാകും. അവർക്ക് നാശങ്ങൾ സംഭവിച്ചെന്ന് കേട്ടാൽ എന്തൊരു സന്തോഷമാണ്. ഇതാണ് വെറുപ്പ്. അപ്പോൾ ഫലമോ അവർക്കല്ല, എൻ്റെ അസ്ഥികളിൽ ആരോഗ്യമില്ല. ജീവിതകാലം മുഴുവൻ തേയ്മാനവും നീരും നീർക്കെട്ടും പേര് പറയാൻ പറ്റാത്ത രോഗങ്ങളും കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗങ്ങളുമായിട്ട് ആശുപത്രിയിനെയും ഡോക്ടറിനെയും ചീത്തയും പറഞ്ഞ് നടക്കുന്ന അവസ്ഥ. മാറി മാറി ഇംഗ്ലീഷും മലയാളവും ആയുർവേദവും ഹോമിയോ ഒക്കെ ആയിട്ട് ചാടി ഓടി 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 ഉള്ള സമ്പത്തെല്ലാം തീരുന്ന അവസ്ഥ. അടുത്ത കാര്യമാണ് എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്കു മുകളിൽ ഉയർന്നിരിക്കുന്നു, അത് എനിക്ക് താങ്ങാനാകാത്ത ചുമടായിരിക്കുന്നു. മൂന്നാമത്തെ കാര്യമാണ്. അപ്പോൾ തലക്ക് ഭാരം, വിട്ടുമാറാത്ത തലവേദനകൾ, തലയുടെ ഉള്ളിൽ കിടന്ന് ഇൻ്റർനാഷണൽ കാര്യങ്ങൾ കിടന്ന് മറിയുന്ന അവസ്ഥ, തലക്ക് ഭ്രാന്ത്. ഞാൻ ഇന്നാളൊരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് പോയി ചോദിച്ചു, തലയിലെന്തോ തറച്ചു വെച്ചിരിക്കുന്നത് പോലെ ശക്തമായിട്ട് നെഞ്ചിലെന്തോ തറച്ചു വെച്ചിരിക്കുന്ന പോലെ. അപ്പോൾ പറഞ്ഞു രണ്ടും കറക്റ്റാണ്. പക്ഷേ ഇപ്പോൾ പ്രാർത്ഥിച്ചപ്പോൾ ബ്രദർ ക്ഷമിച്ച് NLP ഇട്ട് ക്ഷമ കൊടുത്ത് തിരുത്തുകൊണ്ട് കഴുകി പ്രാർത്ഥിച്ചപ്പോൾ അങ്ങനെയായിരുന്നു വന്നത്. ഒരുപാട് നാളായി ഇങ്ങനെ എന്തോ വലിച്ചു ഊരിക്കളഞ്ഞ പോലെ തോന്നി. ഹൃദ്രോഗിക്ക് പോലെ സൗഖ്യം കിട്ടുന്നുണ്ട്. ഓപ്പറേഷൻ വേണ്ട എന്നും പറഞ്ഞ് തിയേറ്ററിൽ നിന്ന് കാണുന്നില്ല എന്ന് പറഞ്ഞ് ഡോക്ടർ തിരിച്ചു കൊണ്ടുവന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കിഡ്നിയുടെ മുഴ മാറിപ്പോയ സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞ ഡോക്ടർ ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആകൂ, വന്ന് പ്രാർത്ഥിച്ചൊക്കെ പോയി അഡ്മിറ്റ് ആയി കഴിഞ്ഞപ്പോൾ ഇതാ വീണ്ടും നോക്കിയിട്ട് കാണാനില്ല. ഓപ്പറേഷൻ ചെയ്തേ പറ്റൂ, ഹാർട്ട് ഡാമേജ് ആയി പോയിട്ടുണ്ടാവും, വൈകിപ്പോയി എന്നും പറഞ്ഞ കേസ് വരെ കാശ് പോക്കറ്റിട്ട് തിരിച്ചു പോകുന്ന അവസ്ഥ. കൈ കിട്ടിയാൽ തിരിച്ചു വിടും, ഇത് തിരിച്ചു വിട്ടു, ഒന്നും ചെയ്യണ്ട, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അങ്ങനത്തെ ഒന്നല്ല, പല സംഭവങ്ങളുണ്ട്. പക്ഷേ പേര് സ്ഥലമൊന്നും ഇപ്പോൾ ഇതിൽ പറയാനായിട്ട് നിർവാഹമില്ല. ലോകത്തിൻ്റെ അറ്റം വരെ എത്തണമല്ല, ആർക്കും ഒരു വിഷമം ഉണ്ടാകണ്ട. ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ളതും സാക്ഷ്യങ്ങൾ വായിച്ചിട്ടുള്ളതും, നേരത്തെ ഇവിടെ ആത്മനാഥം എന്ന് പറഞ്ഞൊരു പത്രം ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ യൂട്യൂബിലാണ് ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങളൊക്കെ സന്മനസ്സുള്ളവർ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നാണക്കേടില്ല പോസ്റ്റ് ചെയ്യാൻ. ചിലർക്കൊക്കെ നാണക്കേടാണ്, രോഗം വെച്ചുകൊണ്ട് നടക്കുന്നതിനേക്കാൾ നാണക്കേടാണ് മാറിക്കഴിഞ്ഞാൽ സാക്ഷ്യപ്പെടുത്തുന്ന. ടെസ്റ്റ് ചെയ്തിട്ട് രോഗം കാണാനില്ല, പക്ഷെ ആളുകൾ എന്ത് വിചാരിക്കും, ആളുകളൊക്കെ അറിയില്ല. ചിലപ്പോൾ പിന്നെ ആ വഴി പോലും കാണത്തില്ല. മാറുന്നത് വരെ സാക്ഷ്യപ്പെടുത്താമെന്നൊക്കെ പ്രാർത്ഥിക്കും. പ്രൈസ് ദി ലോർഡ്. അതൊക്കെ ദൈവം കൃപയാണ്, ദൈവത്തെ സാക്ഷ്യപ്പെടുത്തണം. മത്തായി 10:32 മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും, എന്നെ തള്ളി പറയുന്നവനെ എൻ്റെ സ്വർഗസ്നായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. അപ്പോൾ പറയാന്നുള്ള ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്, ഒരു കൃപയാണ് സാക്ഷ്യപ്പെടുത്തുക എന്നുള്ളത്. അനുഗ്രഹങ്ങൾ കിട്ടിയാൽ അത് സാക്ഷ്യപ്പെടുത്തണം. അതിനെന്തിനു നാണവും മാനവും വിചാരിച്ചുകൊണ്ടിരിക്കണം. ഞാൻ എൻ്റെ എത്രയോ സുവിശേഷ പ്രഘോഷണങ്ങളിൽ, സാക്ഷ്യങ്ങളിലും ക്ലാസ്സുകളിലും എല്ലാം എൻ്റെ ജീവിതാനുഭവങ്ങൾ പറയുന്നുണ്ട്. നമ്മളെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഇല്ലായ്മകളെക്കുറിച്ച്, ബലഹീനതകളെക്കുറിച്ച്, കഴിഞ്ഞ നാളുകളിലെ ഒത്തിരി മുറിവുകളെക്കുറിച്ച് ഒക്കെ അത് മാത്രമേ ഉള്ളൂ ദുർബലനായ മനുഷ്യന് അവകാശപ്പെടാനുള്ളൂ. പക്ഷേ കർത്താവിൻ്റെ കൃപ, വിത്ത് ഗോഡ് യു ആർ ഹീറോ, വിത്തൗട്ട് ഗോഡ് യു ആർ സീറോ. സീറോനെ പിടിച്ച് ഹീറോ ആക്കുന്ന കർത്താവാണ്. അപ്പം ദൈവം നമ്മുടെ കൂടി ദൈവത്തിൻ്റെ വചനം അനുസരിച്ചാൽ ഹീറോ ആയി മാറും. അല്ല അതെങ്കിൽ സീറോ ആയിട്ടിരിക്കും. ഇതാണ് ക്ഷമിക്കാത്ത അവസ്ഥ. ഇത് തന്നെയാണ് വെറുപ്പ് വെച്ചുകൊണ്ടിരുന്ന ശീലമായിപ്പോയി, തഴക്കദോഷമല്ലേ, ഒരു ഹാബിറ്റ് പോലെ ആയിപ്പോയി. ഇത്രയും നാൾ അവർ വന്നില്ലെങ്കിലും, അവരെ കണ്ടില്ലെങ്കിലും, അവിടെ പോയില്ലെങ്കിലും, ക്ഷമിച്ചില്ലെങ്കിലും ഒന്നും സംഭവിച്ചില്ല. ഇനി അങ്ങനെ ഇവിടുന്ന് കുഴിയിലോട്ട് എടുക്കണവരെ ഇങ്ങനെ അങ്ങോട്ട് പോയാൽ മതി. കൂട്ടാനുമില്ല. ചിലർ പറയുന്നത് ഇതാ, ക്ഷമിച്ചാലും പിന്നെയും പ്രശ്നം ഉണ്ടാവില്ലേ, പിന്നെ ഇത് തന്നെയല്ലേ എന്ന് പറയും. ഉണ്ടാവും. അതിനെന്ത് ചെയ്യണം? വീണ്ടും ക്ഷമിക്കണം.
ചിലത് മരണം വരെ ക്ഷമിച്ചും പുറത്തും സഹിച്ചും ജീവിക്കണം. നമ്മുടെ കർത്താവ് കുരിശുമരണം വരെ അങ്ങേറ്റം വരെ ക്ഷമിച്ചും പുറത്തും. അതുപോലെ തന്നെ നമ്മൾ ക്ഷമിക്കണം. നമുക്ക് മാതൃകയായിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ എൻ്റെ തലക്ക് മുകളിൽ ഉയർന്നിരിക്കുന്നു, അതെനിക്ക് താങ്ങാനാവാത്ത ചുമട. ഈ മാറാത്ത തലവേദനയും മൈഗ്രെയിനും സൈനസും കഫം കുറുകലും ഒക്കെ വെച്ചുകൊണ്ടിരിക്കുന്ന വരിഞ്ഞു മുറുകി ടെൻഷൻ അടിച്ച് സൈക്കോസോമാറ്റിക് ഡിസീസ് എന്ന് വൈദ്യശാസ്ത്രം പറയും. അതായത് ഇന്ന് 175-80% പല രോഗങ്ങളുടെയും പ്രധാന കാരണം ഇങ്ങനെയുള്ള ടെൻഷൻ, വെറുപ്പ്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ. ഡോക്ടർ അതെങ്ങാൻ പറഞ്ഞാൽ പറയും അങ്ങേർക്കൊരു വിവരമില്ല, വേറെ നല്ല ഡോക്ടറെ കാണാൻ പോകണം. അല്ലെങ്കിൽ എന്താ ടെൻഷൻ, ചില ഡോക്ടർമാർക്ക് ഒന്നുമില്ലെന്ന് പറയും. ആരാ പോയിട്ട് ഡോക്ടറോട് ഇതൊക്കെ പറയാൻ വേണ്ടി ചില ഡോക്ടർമാർ ചോദിക്കും ടെൻഷൻ വല്ലതുകൊണ്ട് മാറ്റി സമയത്തൊക്കെ കിടന്നുറങ്ങുമെന്ന് പറയും. അപ്പോൾ ഇങ്ങനെ നമുക്ക് മാറ്റങ്ങൾ വരുത്താനായിട്ട് സാധിക്കണം. അടുത്തത്, എൻ്റെ തലക്ക് മുകളിൽ ഉയർന്നിരിക്കുന്നു, എനിക്ക് താങ്ങാനാവാത്ത ചുമടായിരിക്കുന്നു. ചുമടും വെച്ചുകൊണ്ട് നടക്കുന്ന അവസ്ഥയാണ് ജീവിതകാലം മുഴുവൻ. ചുമട് വഹിക്കുന്നവരുടെ അവസ്ഥ എന്താ? തളർച്ച, ക്ഷീണം, മടുപ്പ്, അല്ലേ? ചുമടും വഹിച്ചുകൊണ്ട് ജോലി എടുക്കുന്നവരുടെയൊക്കെ അവസ്ഥ എന്താ? ഇതുപോലെ തന്നെ ആയിരിക്കും. എപ്പോഴും ക്ഷീണം, കിടപ്പ്, മടുപ്പ്, എല്ലാത്തിനും തളർച്ച, എന്തിനും മുടക്കം, എന്തിനും തടസ്സം പറയുന്ന അവസ്ഥ, ഒന്നിനോടും താല്പര്യമില്ല, എങ്ങനെയെങ്കിലും ഇറക്കി വെച്ചാൽ മതി എന്ന ചുമടും വഹിച്ചുകൊണ്ട് വരുന്നവർ ചെയ്യുന്ന. ഇതുപോലെ തന്നെയാണ് ക്ഷമിക്കാത്ത അവസ്ഥ. വീണ്ടും അടുത്ത വചനം പറയുന്നു, സങ്കീർത്തനം 38:5, എൻ്റെ ഭോഷത്വം മൂലം എൻ്റെ വ്രണങ്ങൾ അഴുകി നാറുന്നു. അഴുകുക മാത്രമല്ല, നമുക്കും നാറ്റം, മറ്റുള്ളവർക്കും നാറ്റം, പൊറുക്കാത്ത അവസ്ഥ. ഇന്ന് നാളെ എന്നും പറഞ്ഞ് നീണ്ടുപോകുന്ന ദുസ്സഹമായ അവസ്ഥ. എൻ്റെ ഭോഷത്വം മൂലം, നാട്ടുകാരുടെ അല്ല, മറ്റുള്ളവരുടെ അല്ല, സഹോദരൻ്റെ അല്ല, എൻ്റെ അവസ്ഥ. ഓരോരുത്തർക്കും താങ്ങാവുന്ന കുരിശേ തമ്പുരാൻ തരുള്ളൂ. അപ്പോൾ എൻ്റെ ഭോഷത്വം മൂലം. അപ്പോൾ ക്ഷമിക്കാതിരിക്കുന്നത് ഒരു ഭോഷത്വമാണ്, ഒരു തിന്മയാണ്. എന്നെ തന്നെ ഞാൻ കബളിപ്പിക്കുകയാണ്. അതോർത്ത് ക്ഷമിക്ക്. ചിലർ അച്ഛന്മാരോട് വെറുപ്പ്, കന്യാസ്ത്രീകളോട് വെറുപ്പ്, സഭേനോട് വെറുപ്പ്, കുർബാനയോട് വെറുപ്പ്, കുർബാന തർക്കത്തോട് വെറുപ്പ്. അത് അതിൻ്റെ വഴിക്ക് വിട്ടേക്കുന്നത്. ഓരോന്നിനും അർഹതപ്പെട്ട ഗൗരവം കൊടുത്താൽ മതി. ആ ചേരി, ഈ ചേരി, ഇതിലെല്ലാം പ്രവർത്തിക്കുന്നത് എന്താ? വെറുപ്പാണെങ്കിൽ പോയി കഥ. ഹേറ്റഡ് ഈസ് ആൻ ആസിഡ്, ഇറ്റ് കൊറോഡ്സ് ദ കണ്ടെയ്നർ. വെക്കുന്ന പാത്രത്തെ പോലും ദ്രവിപ്പിക്കും. ഇതുപോലെ തന്നെയാണ് വെറുപ്പ് വെച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി അവരവരെ തന്നെ നശിപ്പിക്കും. ഈ ലോകത്ത് നമ്മൾ ഏത് പ്രസ്ഥാനത്തിലും ഏത് ശുശ്രൂഷയിൽ പോയാലും അഭിപ്രായങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഭിന്നതകളും പോരായ്മകളൊക്കെ ഉണ്ടാകും. കാരണം ഇതിനെല്ലാം ഉള്ളത് അച്ഛനായാലും കന്യാസ്ത്രീ ആയാലും മെത്തനായാലും കർദിനാളായാലും അൽമായനായാലും അയൽവാസിയായാലും കമ്പനിയിലായാലും കുടുംബ യൂണിറ്റിലായാലും അയൽക്കൂട്ടത്തിലായാലും നമ്മൾ പുറമേ കാണുന്ന മിനുസങ്ങളൊന്നും ചിലപ്പോൾ അകത്തലങ്ങളിലേക്ക് വരുമ്പോൾ ഉണ്ടാവണമെന്നില്ല. കാരണം ഇതിലെല്ലാം പ്രവർത്തിക്കുന്നത് മനുഷ്യനാണ്. ഇതിൻ്റെ ഉള്ളിലെല്ലാം വിവിധ ക്യാരക്ടറുകളാണ്, വിവിധ സ്വഭാവങ്ങളാണ്, വിവിധ കുടുംബത്തിൽ നിന്നുള്ളവരാണ്. അപ്പോൾ അതിൻ്റേതായ വാശി, ഈഗോ, നിർബന്ധ ബുദ്ധി, സ്വഭാവ വ്യത്യാസങ്ങൾ, അഭിപ്രായ ഭിന്നതകളൊക്കെ ഉണ്ടാവും. അതെല്ലാം സമന്വയിപ്പിച്ച് നല്ലത് സ്വീകരിക്കുക. ഇപ്പം നമ്മുടെ ശരീരം, ഞാനിങ്ങനെ ശ്വാസോച്ഛ്വാസം ചെയ്തുകൊണ്ടിരിപ്പുണ്ട്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ശ്വസിക്കുന്നുണ്ട്, സ്കിപ്പ് ചെയ്ത് ഓടിക്കളയരുത്. ഇത് കേൾക്കണമെങ്കിൽ അവസാനം വരെ കേൾക്കണം. എന്ന് മാത്രമല്ല, ഈ നോയമ്പ് കാലത്ത് ഒരു പരോപകാര പ്രവൃത്തിയായിട്ട് ആരും പിണങ്ങണമല്ല. ഇത് കേൾക്കാത്ത അല്ലെങ്കിൽ ഇത് ആവശ്യമുള്ള പലർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടുന്നത് പോലെ തന്നെ ദൈവവചനം എപ്പോഴും എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അറിയില്ല. വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയിലൂടെ ദൈവവചനം കേട്ട ഫ്രാൻസിസ് സേവ്യർ 6 മാസം കഴിഞ്ഞ് അതിൻ്റെ പ്രതിപ്രവർത്തനം നടന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനമാണ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിസ്സാരമായിട്ട് എടുക്കല്ലേ. റോമ 9:6 ദൈവവചനം ഒരിക്കലും പരാജയപ്പെടുകയില്ല. യോഹന്നാൻ 15:3 ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായിരിക്കുന്നു. ശുദ്ധീകരിക്കും. കേൾക്കുന്ന നിങ്ങളും പറയുന്ന ഞാനും. വചനം ഇരുതല വാളാണ്. ഹെബ്രായർ 4:12 ഇരുതല വാളിനേക്കാൾ മൂർച്ചേറിയത് അസ്ഥികളും സന്ധിബന്ധങ്ങളും മജ്ജയിലും ഹൃദയ വികാര വിചാരങ്ങൾ തുളച്ചിറങ്ങി അവ വിവേചിക്കുന്നതാണ്.
എനിക്ക് നിരവധി അനുഭവങ്ങളുണ്ട്. വചന ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ അമ്മായിയമ്മയുടെ കാല് ബ്രദറെ വീട്ടിൽ പോയിട്ട് ഒന്ന് കാല് പിടിക്കാൻ വേണ്ടി ക്ഷമ ചോദിക്കാൻ പ്രാർത്ഥിക്കണം. ഇന്ന് പറഞ്ഞ വചനം എനിക്കുള്ളത് തന്നെയായിരുന്നു. കാരണം മാറാത്ത രോഗമായിട്ട് പല ആശുപത്രി കൊണ്ടുവരുന്ന മരുമോളെയും കൊണ്ട് ശത്രുവായ അമ്മായിയമ്മ എന്നെ പ്രാർത്ഥിപ്പിക്കാൻ വേണ്ടി വന്നു. അല്ലെങ്കിൽ 2 കൊച്ചുങ്ങളുടെയും കാര്യം, മോൻ്റെ കാര്യം അമ്മ നോക്കേണ്ടി വരും. എത്ര നാളെന്ന് വെച്ചാൽ ഇതാ വിരൽ മടങ്ങുന്നില്ല, വേദന മാറുന്നില്ല, ജോയിൻസ് വേദനകൾ. അന്ന് ഇവിടെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മരുമോളെ കാലേ വീണ അമ്മായിയമ്മ സമ്മതിച്ചില്ല. അതിനു മുമ്പ് അങ്ങോട്ട് വീണ് കെട്ടിപ്പിടുത്തമായി കരച്ചിലായി. ഡിവൈൻ ഹീലിംഗ് ക്ഷമിച്ചപ്പോൾ. കാരണം എന്താ, കഥ പുറത്ത് വന്നത് അന്നെന്തോ ഒരു വഴക്കുണ്ടായപ്പോൾ ഭർത്താവിൻ്റെ അമ്മയാണെന്ന് നോക്കിയില്ല, കർണക്കുറ്റി തീർത്ത് ഒരെണ്ണം അങ്ങോട്ട് വെച്ച് കൊടുത്ത. അന്ന് പിന്നെ വേറെ വാടകയ്ക്കൊക്കെ പോയി താമസിച്ച് അങ്ങനെയൊക്കെ പോയി. പക്ഷെ കൂടി പുറത്തടച്ച് വീർത്തെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ലാസറിൻ്റെ കല്ലറ പോലെ ചീഞ്ഞ് നാറുന്ന അവസ്ഥ. അപ്പന് സുഖമില്ലാതെ വന്നപ്പോൾ കൂടി. അവരവിടെ വാടക വീട്ടിൽ താമസിക്കുന്നു, ഇവരിവിടെ താമസിക്കുന്നു. വരും, അപ്പനെ കണ്ടിട്ട് പോകും, കണ്ടാൽ മിണ്ടും, എന്തെങ്കിലും മേടിച്ചുകൊണ്ട് വരും. പക്ഷേ മാപ്പ് കൊടുക്കുകയോ ക്ഷമിക്കുകയോ ക്ഷമ കൊടുക്കുകയോ അനുഗ്രഹിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഓർത്തോ, അമ്മയാലും അമ്മായിയമ്മയായാലും പ്രഭാഷകൻ 3:4 അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ നിക്ഷേപം കൂട്ടിവെക്കും. മഹത്വപ്പെടുത്തിയില്ലെങ്കിലും പൊക്കി തലയിൽ വെച്ചില്ലെങ്കിലും കാലെ പിടിച്ച് വലിക്കരുത്, നേരെ എതിരായിരിക്കും സംഭവിക്കുന്നത്. ഉള്ളതും കൂടെ ചെതറിപ്പോകുന്ന, ഊതിപ്പറത്തുന്ന അവസ്ഥ. അതുകൊണ്ട് ഈ നോയമ്പ് കാലത്ത് നമുക്കൊന്ന് സ്വയം ആത്മശോധന ചെയ്യാം. അങ്ങനെയുള്ള എന്തെങ്കിലും ദുഷ്പ്രവൃത്തികളൊക്കെ വാക്കാലോ പ്രവൃത്തിയാലോ വന്നു പോയിട്ടുണ്ടെങ്കിൽ കുമ്പസാരത്തിൽ മാത്രം പറഞ്ഞാൽ പോരാ, തിരുത്തേണ്ടതൊക്കെ തിരുത്തി, മാപ്പ് ചോദിക്കേണ്ടത് മാപ്പ് ചോദിച്ച്, പറ്റുന്ന നന്മ ആരായാലും വലിയ കൊലവമ്പനാണെന്നും പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. ചിലപ്പോൾ ചെറിയ ആളോടായിരിക്കാം, ചെറിയ കൊച്ചിനോടായിരിക്കാം, അല്ലെങ്കിൽ യൂത്തിനോടായിരിക്കാം തെറ്റുപറ്റിപ്പോയി, അന്നേരത്തെ വികാരത്തിൽ പറ്റിപ്പോയതാണ്. ക്ഷമ ചോദിക്കണം, ക്ഷമിച്ചു എന്നൊരു വാക്ക് പറയണം, യേശുനാഥത്തിന് ക്ഷമ ചോദിക്കണം. ഇനി അവർ ക്ഷമിച്ചാലും ക്ഷമിച്ചില്ലെങ്കിലും യേശുനാഥത്തിന് ക്ഷമിക്കുകയും ക്ഷമ കൊടുക്കുകയും ചെയ്താൽ ആ കെട്ടഴിഞ്ഞി. അപ്പോൾ ഇതാണ് ഇങ്ങനെയുള്ള അവസ്ഥകൾ. അത് എനിക്ക് താങ്ങാനാവും. വചനം നമ്മളെ ശുദ്ധീകരിക്കും. എനിക്ക് താങ്ങാനാവാത്ത എൻ്റെ ബോഷത്വം മൂലം എൻ്റെ വ്രണങ്ങൾ അഴുകി നാറുന്നു, ഞാൻ കുനിഞ്ഞു നിലം പറ്റി. ഓർത്തു നോക്കി, കുനിഞ്ഞു നിലം പറ്റി എന്ന് പറഞ്ഞാൽ വളർച്ചയിലേക്ക് വരേണ്ട, ഉയർച്ചയിലേക്ക് വരേണ്ടതിന് പകരം തലകിഴക്കണാൻ പാടെന്ന് പറഞ്ഞ പോലെ തള്ള ചൊല്ല വാവല് തലകിഴക്കണാൻ പാടുന്ന എൻ്റെ അമ്മച്ചിയൊക്കെ പറയണ കുറേ ചൊല്ലുകളൊക്കെ ഇവരൊക്കെ പറയുമായിരുന്നു. തള്ള ചൊല്ല വാവല് തലകിഴക്കണാൻ പാടുന്നു. അയ്യോ. അപ്പോൾ ഇങ്ങനെ ഇതാ താഴോട്ട് പോകുന്ന അവസ്ഥ. കയറ്റവും ഉയർച്ചയും ഉണ്ടാകുന്നതിന് പകരം നേടിയെടുത്തതെല്ലാം ചിന്നിച്ചെതറിപ്പോകുന്ന പൈശാചികപടികൾ കൂടിയിരിക്കുക. എന്നിട്ടും പറയും ഞാൻ എന്ത് പാപം ചെയ്യുന്നതാണ് പറയുന്നത്. ഒരു ഉറുമ്പിനെ പോലും വേദനിപ്പിച്ചിട്ടില്ല. അതാണ് നമ്മുടെ കുഴപ്പം. നമ്മളെ തന്നെ സ്വയം കണ്ടെത്തുക. ധനികനായ യുവാവ് യേശുവിൻ്റെ അടുക്ക വരുമ്പോൾ ദൈവപ്രമാണങ്ങളെല്ലാം പണ്ടേ പാലിക്കുന്നവനാണെന്ന് പറഞ്ഞു. അപ്പോൾ യേശു പറയുന്നുണ്ട്, നിനക്ക് ഒരു കുറവുണ്ട്, ഒരു കുറവ്. ഏതാ കുറവ്? ആ കുറവ് പറഞ്ഞു തരാം. ഏതാ? എനിക്കൊന്നിനും കുറവില്ല, എനിക്കൊന്നും മാറ്റാനില്ല, തിരുത്താനില്ല എന്നുള്ള അഹങ്കാരം. അതുകൊണ്ട് എപ്പോഴും ദൈവമേ, ഈശോയെ, കർത്താവെ കരുണയായിരിക്കണേ. മറ്റുള്ളവരെന്തും പറഞ്ഞോട്ടെ, ചിലപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നെഗറ്റീവ് കമൻറ്റുകളൊക്കെ ഇട്ടേക്കാം. ഇവൻ ആരടാ, ഇതിലും വലിയ ആൾക്കാർ വരെയും നമ്മുടെ മുഖത്ത്. എന്നോടൊരാൾ പറഞ്ഞതാണ്, ഞാൻ ബിഷപ്പിൻ്റെ കൂടെ ക്ലാസ്മേറ്റ് പഠിച്ചതാണ്, ബിഷപ്പ് വരെയും എന്നോട് പറഞ്ഞിട്ടില്ല. കാണുമ്പോൾ ചിരിച്ചോണ്ട, ഷൈക്കാൻ്റെ കൊടുത്തോണ്ട, സ്തുതി കൊടുത്തോണ്ട ഒന്നും കാര്യമില്ല. മാനസാന്തരപ്പെടണം. അങ്ങനെ പിന്നെ കർത്താവായ യേശു മാർക്കോസ് 1:15 പറയുന്നുണ്ട്, മാനസാന്തരപ്പെടുക, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ. അപ്പോൾ സുവിശേഷം നൽകുന്ന ഏറ്റവും വലിയൊരു വിളി ഇതാ, മാനസാന്തരപ്പെടണം, മനസ്സിന് മാറ്റം ഉണ്ടാകണം. ഉള്ളിലെന്താണ്ടൊക്കെ വെച്ചിട്ട് അച്ഛനെയും ബിഷപ്പിനെയും കന്യാസിനെയും മെത്രാനെയും പറ്റിച്ചിട്ടാ പതപ്പിച്ചിട്ടാ വല്ല കാര്യമുണ്ടോ? അപ്പം കർത്താവിൻ്റെ കോടതിയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. അവർ നടക്കുന്ന വഴി മുഴുവൻ നമ്മളെ വിമർശിച്ചും ചീത്ത വിളിച്ചും നമ്മുടെ പാപവും കുറവും പറഞ്ഞ് നടക്കുക. ദൈവം അതൊന്നും അനുവദിക്കുന്നില്ല. അവരും നല്ല മനുഷ്യർ തന്നെയാണ്. നമ്മളിലേക്ക് തന്നെ തിരിയണം. നമ്മുടെ കുറവുകൾ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. അപ്പോൾ എൻ്റെ ബോഷത്വം മൂലം എൻ്റെ വ്രണങ്ങൾ അഴുകി നാറുന്നു. ഇങ്ങനത്തെ അവസ്ഥയുണ്ടോ? ക്ഷമിക്കാനുണ്ടോ എന്ന് അറിയാൻ ഇതൊക്കെ ഒന്ന് നോക്ക്. അസ്ഥികളിൽ ആരോഗ്യമില്ലേ, അല്ലെങ്കിൽ ശരീരത്തിൽ സ്വസ്ഥതയില്ലേ, വീണ്ടും ഇതെല്ലാം താങ്ങാനാവാത്ത ചുമടായിരിക്കുന്ന, ഇന്ന് മാറും നാളെ മാറുമെന്നും പറഞ്ഞിട്ട് കുരുക്ക് മുറുകി കൊണ്ടിരിക്കുന്ന അവസ്ഥയാണോ? ഓട്ടം പിടിക്കേണ്ട സമയമായി, മാറ്റം വരുത്തേണ്ട സമയമായി, തിരിച്ചു വരേണ്ട സമയമായി. വ്രണങ്ങൾ അഴുകി
നാറുന്നു. ശരീരത്തിൻ്റെ മുറിവാകട്ടെ, മനസ്സിൻ്റെ മുറിവാകട്ടെ, ആത്മീയ അവസ്ഥയാകട്ടെ, ആകെ കുളമായി കൊണ്ടിരിക്കുന്ന അവസ്ഥ. എന്നിട്ട് പറയുന്നു അവർ ചെയ്യുന്നു, ഇവർ ചെയ്യുന്നു, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കണേണെന്ന് പറയുന്ന അവസ്ഥ. ഞാൻ കുനിഞ്ഞ് നിലം പറ്റി ദിവസം മുഴുവൻ ഞാൻ വിലപിച്ച് കഴിയുന്നു. അതാണ് മറ്റൊരവസ്ഥ. ഈ വചനത്തിൽ പറയുന്ന ഇതാണ്, ഞാൻ ദിവസം മുഴുവൻ ഞാൻ വിലപിക്കുക എന്ന് പറയുന്നത് കരയുക. ഇനി കണ്ണീര് പുറത്തോട്ട് പോലും വരാത്ത അവസ്ഥ, കണ്ണീരില്ല, കണ്ണൊക്കെ ഡ്രൈ ആയി പോകുന്ന അവസ്ഥ, കണ്ണിനും അസുഖം മാറുന്നില്ല. മുഖം മനസ്സിൻ്റെ കണ്ണാടി എന്ന് പറയും. മുഖം ആകെ വിരൂപമായി അല്ലെങ്കിൽ വിഷമം പിടിച്ച് എല്ലാവരും ചോദിക്കും എന്ത് പറ്റി നിങ്ങൾക്ക് എന്തിൻ്റെ കുറവാണെന്ന് ചോദിക്കും. എന്തോ ഒരു സന്തോഷമില്ലാതെ നടക്കുന്ന ചോദിക്കും. സന്തോഷമുള്ളവരെ കണ്ടാൽ തന്നെ ഒരു സന്തോഷം. ഇങ്ങനെ പറയും എൻഡോർഫിൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ എൻഡോർഫിൻ എന്ന് പറഞ്ഞാൽ ഡോപ്പമിൻ എന്ന് പറഞ്ഞ ഹോർമോണൊക്കെ. അപ്പം നമുക്ക് സന്തോഷമാണെങ്കിൽ നമ്മൾ കാണുന്നവരിലും നമ്മുടെ സന്തോഷം വഴി ഈ സന്തോഷം പ്രസരിക്കും. പരിശുദ്ധമ്മയുടെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കൊതിച്ച് ചാടൽ പോയിട്ട് നമ്മുടെ സാന്നിധ്യം, സാമീപ്യം, നമ്മുടെ ചിരി മറ്റുള്ളവരിൽ ഒരു സ്പർശനം, ഒരു മാറ്റം, ഒരു ചൈതന്യം ഉണ്ടാക്കുന്നുണ്ടോ? അവർക്ക് വീട്ടിൽ നിന്ന് ഓടിക്കളയാനാണോ, വീട്ടിൽ വരാൻ ഇഷ്ടമില്ലാത്ത അവസ്ഥയാണോ, കുടുംബാംഗങ്ങളുടെ അവസ്ഥയൊക്കെ ഓർത്ത് നോക്കി നരകത്തിലേക്ക് വരുന്ന പോലത്തെ അവസ്ഥയാണോ? വീട്ടിലുണ്ടാക്കിയതല്ല കഴിക്കാൻ ഇഷ്ടം, പുറത്തുനിന്ന് എല്ലാം അടിച്ച് വിട്ട് എല്ലാ ഭക്ഷണവും കഴിച്ച് പലരും കുടലിൽ പുണ്ണും വയറിന് മുറുക്കവും അസിഡിറ്റിയും ഇല്ലാത്ത അസുഖങ്ങളും. എന്തുണ്ടാക്കിയാലും, കാരണം ഈ നെഗറ്റീവ് എനർജി വെറുപ്പും വെച്ചുകൊണ്ട് എന്തെല്ലാം എല്ലാം ഉണ്ടാക്കും, എല്ലാം ചെയ്യും. പക്ഷേ പരാതി ഇതാ, ആരും ഒരു നല്ല വാക്ക് പോലും പറയുന്നില്ല. അല്ലെങ്കിൽ എന്തുണ്ടാക്കിയിട്ട് ഒരു തൃപ്തി, ഉണ്ടാക്കുന്നവനും തൃപ്തിയില്ല, കഴിക്കുന്നവനും തൃപ്തിയില്ല. പുറത്ത് പോയി തട്ടി വിടും ഇല്ലാത്ത അസുഖങ്ങളും മുഴുവൻ. അവിടെ ഒരു കാരുണ്യം ഇല്ലാതെ ഉള്ള എരിവും കൃത്രിമവും എല്ലാം അടിച്ചു വിട്ടിട്ട് ചേർത്തുണ്ടാക്കി വിടുമ്പോൾ അടിപൊളി സൂപ്പർ എന്ന് പറയും. പിന്നെ ഒരു തഴക്കമായി, ഒരു ലഹരി പോലെയായി, പുറത്തുനിന്ന് മേടിക്കാനാണ് ഇഷ്ടം. ഇന്ന് പല കുടുംബങ്ങളെ സാമ്പത്തിക സ്ഥിതി തകരുന്നു, ആരോഗ്യസ്ഥിതി നശിക്കുന്നതിൻ്റെയൊക്കെ കാരണം ഇങ്ങനെയാണ്. ഇതിങ്ങനെ ചങ്ങല പോലെയാണ്, കെണികളായിത്തീരുന്നു. വെറുപ്പ്, ക്ഷമിക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ വായിൽ രുചിയില്ല, വീട്ടിലെ ഭക്ഷണത്തോട് താല്പര്യമില്ല. മനസ്സുകൊണ്ട് ചേർത്തക്കുറവ് വരുമ്പോൾ തന്നെ പല കാര്യങ്ങളും, മറ്റ് താല്പര്യക്കുറവുകൾ പലതും അവിടെ ഉടലെടുക്കും. പിന്നെ രണ്ട് കട്ടിലായി, ഒരു കട്ടിലെ തന്നെ കിടന്ന ആകെ മുള്ളു കുത്തിക്കയറുന്ന പോലത്തെ അവസ്ഥ. കിടക്കുന്നതേ ഉള്ളൂ. എത്ര നാളായി ഈ വെറുപ്പം വെച്ചുകൊണ്ടിരിക്കുന്നത്? കൂടെ കിടക്കുന്നവൻ്റെ രാപ്പനി അറിയാൻ പാടില്ല എന്ന് പറയുന്നത് പോലെ 30 വർഷം 20 വർഷമൊക്കെ കൂടെ ജീവിച്ചിട്ടും ആ കൂടെയുള്ള ആളുടെ ഹാർട്ട് ബീറ്റ് മനസ്സിലാക്കുന്നില്ല. അല്ലെങ്കിൽ ഇങ്ങോട്ട് വരട്ടെ എന്നും പറഞ്ഞ് വലിയ കൊലകൊമ്പും വെച്ചുകൊണ്ടിരിക്കും. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ നമ്മൾ മാറ്റം വരുത്തി ഒരു മനസാന്തരം ഉണ്ടാകണം. വീണ്ടും കുനിഞ്ഞു നിലംപറ്റി ദിവസം മുഴുവൻ വിലപിച്ച് കഴിഞ്ഞു. എൻ്റെ അരക്കെട്ട് ജ്വരം കൊണ്ട് പൊള്ളുന്നു. അരക്കെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? നമ്മൾ ബെൽറ്റൊക്കെ കെട്ടി വെക്കണ സ്ഥലമില്ല, അതാണ് അരക്കെട്ട്. നടുവിന് കംപ്ലൈൻറ്റ്, ഡിസ്കിന് കംപ്ലൈൻറ്റ്, സയാറ്റിക്ക, ഇവിടെ ഈ പുറകുവശത്ത് കാലയിലോട്ട് മരവിപ്പ്, തിരുമാൻ പോകുന്നു, ചികിത്സിക്കാൻ പോകുന്നു. ഉള്ളിലെ കെട്ടഴിയണം. പുറത്തിട്ട് തിരുമിയതുകൊണ്ടോ ഒഴിഞ്ഞുകൊണ്ടോ കാര്യമില്ല. അത് ചെയ്തോ, നല്ല കാര്യം, ഒരു തൽക്കാല ആശ്വാസം. ഒത്തിരി പേരുടെ ജീവിതമാർഗ്ഗം. പക്ഷെ അത് മാത്രം ചെയ്തിട്ട് കാര്യമില്ല. ഉള്ളിലെ കെട്ടഴിയണം, ഉള്ളിലെ കുരുക്കഴിയണം. ഇവിടെ പലരും വരാറുണ്ട് അതുപോലെയുള്ള. ഇനി പോകാത്ത ഓടാത്ത സ്ഥലമില്ല. ഒറ്റ കൈവപ്പ് പ്രാർത്ഥന വഴി, വ്യക്തിയുടെ മഹത്വമൊന്നും അല്ല കേട്ടോ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ കെട്ടുകൾ അഴിഞ്ഞ, കുരുക്കുകൾ അഴിഞ്ഞ അതേ കിടക്കണം. യേശുവിൻ്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിഞ്ഞ, വെറുപ്പ് മാറി, മാറാത്ത നടുവേദന മാറിയ, അസ്ഥിതേയ്മാനം മാറിയ, ജോയിൻറ്റ്സിൻ്റെ പ്രോബ്ലം മാറിയ, സൂചി കുത്തുന്ന പോലത്തെ വേദന മാറിയ, വിട്ടുമാറാത്ത തലവേദന മാറിയ, കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകുന്ന അസുഖം മാറിയ, ഒത്തിരി സൗഖ്യം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ മൂലക്കല്ല് ഇതാ, വെറുപ്പ്, ക്ഷമിക്കാത്ത അവസ്ഥ. നിയമാവർത്തന 7:15 പറയുന്നുണ്ട്, കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നീക്കിക്കളയും. കർത്താവ് നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നീക്കിക്കളയും. ജ്ഞാനം 16:12 മരുന്നോ ലേപനോ ഔഷധമോ അല്ല, എല്ലാവരും സുഖപ്പെടുത്തുന്ന വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. സുഖപ്പെടുത്തുന്നത് എന്താണ്? വചനമാണ്. വചനം നമ്മളോട് പറയാം എന്താ? ക്ഷമിക്ക്, പൊറുക്ക്, സഹിക്ക്, അനുഗ്രഹിക്ക്, പ്രാർത്ഥിക്ക്. അതായത് 5:44 ശത്രുക്കളെ സ്നേഹിക്കും, ദേഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അനുഗ്രഹിക്കല്ല, ശപിക്കരുത്. അങ്ങനെ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവിൻ്റെ മക്കളായിത്തീരും. അപ്പോൾ ഇവിടെ കേട്ടോ, സങ്കീർത്തനം 38:7 എൻ്റെ അരക്കെട്ട് ജ്വരം കൊണ്ട് പൊള്ളുന്നു, എൻ്റെ ശരീരത്തിന് തീരെ സൗഖ്യമില്ല. എപ്പോൾ ചോദിച്ചാലും പറയും
മാറിയതുപോലെ തോന്നണം, മാറുമായിരിക്കും. ഇനി പോകാത്ത സ്ഥലമില്ല, കഴിക്കാത്ത മരുന്നില്ല. കാണുന്നതിൻ്റെ പുറകെ, പരസ്യങ്ങളൊക്കെ കാണുന്നതിൻ്റെ പുറകെ ഓടും, കാണുന്നതൊക്കെ മേടിച്ച് കഴിക്കും. അപ്പോൾ എൻ്റെ ശരീരത്തിന് തീരെ സൗഖ്യമില്ല, അതാണ് അതിൻ്റെ ആകത്തുക. തീരെ സൗഖ്യമില്ല. എന്താ രോഗം, എന്താ വേദനയെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥ. എല്ലാം ഉണ്ടെന്ന് പറയും. വീണ്ടും ഞാൻ തീർത്തും ക്ഷീണിച്ച് തകർത്തിരിക്കുന്നു. ഈ വചനം വായിക്കുന്നവർ 38-ാം സങ്കീർത്തനം ഒരു മാസം എല്ലാ ദിവസവും പ്രാർത്ഥിക്കും. പലവിധ രോഗങ്ങൾ, മരുന്ന് കഴിച്ചിട്ട് മാറാത്തത്, കണ്ടുപിടിക്കാത്തവർ ഈ 38-ാം സങ്കീർത്തനം ഒരു 7 പ്രാവശ്യം വെച്ചിട്ട് ഒരു മാസം ഒരു ദിവസം വെച്ച് സാധിക്കുമെങ്കിൽ കേട്ടോ, നിർബന്ധമൊന്നുമല്ല, നിങ്ങൾക്ക് സഹായകരമായേക്കാം. ഒന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഞാൻ തീർത്തും, എൻ്റെ ശരീരത്തിന് തീരെ സൗഖ്യമില്ല, ഞാൻ തീർത്തും ക്ഷീണിച്ച് തകർന്നിരിക്കുന്നു. നേരത്തെ പറഞ്ഞു സ്വസ്ഥതയില്ല അല്ലേ, താങ്ങാനാവാത്ത ചുമടായിരിക്കുന്നു, ക്ഷീണം 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 ക്ഷീണം, മടുപ്പ് മടുപ്പ്, ഒന്നിനോടും താല്പര്യമില്ല, എന്ത് പറഞ്ഞാലും എതിര് വർത്താനം പറയുന്ന അവസ്ഥ. ജോലിക്കൊന്നും പോകാതെ വീട്ടിൽ കയറിയിരിക്കണ വർഷങ്ങളായി. എന്നിട്ട് ദോഷം മുഴുവൻ നാട്ടുകാർക്കും വീട്ടുകാർക്കും ബന്ധുക്കൾക്കും ഭാര്യയ്ക്കും ചിലർക്ക് ഭർത്താവിന് ഓരോന്നിങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഒരു ന്യായീകരണം ഉണ്ടാകും. ഡിഫൻസ് മെക്കാനിസം, എസ്കേപ്പിസം എന്നൊക്കെ പറയുന്നത് പോലെ ഏതെങ്കിലും ആളുകളുടെ മേലെ, ഏതെങ്കിലും കാര്യത്തിൻ്റെ മേലെ ഇങ്ങനെ തടസ്സം പറഞ്ഞുകൊണ്ടിരിക്കും. പഠിക്കാത്തതിനാകട്ടെ, ജോലിക്ക് പോകാത്തതിനാകട്ടെ. അപ്പോൾ ഇതൊക്കെ നമ്മളെ സ്വയം ഒന്ന് സെൽഫ് റിയലൈസേഷൻ, നമ്മളെ സ്വയം ഒന്ന് കണ്ടെത്തിയാൽ കംപ്ലീറ്റ് ഒന്ന് ഒരു പ്യൂരിഫിക്കേഷൻ നടത്താനായിട്ട് സാധിക്കും. നമ്മുടെ വീടൊക്കെ പെയിൻറ്റ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ആ പഴയ അഴുക്കും പെയിൻറ്റും പൊടിഞ്ഞു നിൽക്കുന്നതും ഇളകി നിൽക്കുന്നതൊക്കെ എല്ലാം ചിരണ്ടി കളഞ്ഞ് പൊട്ടിയൊക്കെ ഇട്ട് മെനയൊക്കെ ഇട്ട് അടിക്കുക. അല്ലെങ്കിൽ എന്താ, അവിടെ എല്ലാം ഇങ്ങനെ പുണ്ണു പോലെ വൃത്തികേടായിട്ടിരിക്കും. ഇത് തന്നെയാണ് കൊട്ടിയടച്ചാൽ അത് ഇഴച്ച് കെട്ടിയാൽ മുഴച്ചിരിക്കുമെന്ന് പറഞ്ഞ പോലെ ഇരിക്കുന്ന അവസ്ഥയാകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പം ഞാൻ തീർത്തും ക്ഷീണിച്ച് തകർന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, ദുശീലങ്ങൾ വിട്ടൊഴിയില്ല, എപ്പോഴും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. തെറി പറയുന്ന സ്വഭാവം, പ്രാകുന്ന സ്വഭാവം, പൂർവികരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. പൂർവികരുടെ പാപമാണെന്ന് പറയും. അല്ലെങ്കിൽ കൂട്ടുകാരാണ് ചീത്തയാക്കിയെന്ന് പറയും. കൂട്ടുകാരെല്ലാം ഒഴിവാക്കാൻ തുടങ്ങും. ആരാ ചീത്തയാക്കിയത്? നമ്മൾ തന്നെ നമ്മളെ ചീത്തയാക്കുന്നത്. പ്രലോഭനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തരുത്, ദുഷ്ടാരൂപം ഞങ്ങളെ രക്ഷിക്കണേന്ന് പ്രാർത്ഥിക്കാനാണ് കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് ആരെയും വ്യക്തി ശത്രുവല്ല, നമ്മൾ നന്നായിരുന്നാൽ മതി. നമുക്കറിയാം, വെള്ളം പൊങ്ങുന്നതനുസരിച്ച് വെള്ളം പൊങ്ങിയാൽ മതി. അല്ലാതെ വെള്ളത്തിൻ്റെ അകത്ത് വെള്ളം കയറിയാൽ വെള്ളം പൊങ്ങിപ്പോവും. അപ്പോൾ എവിടെയും നമ്മൾ വിശുദ്ധിയിൽ ജീവിക്കുക, നമ്മൾ വെറുപ്പ് മാറ്റുക, നമ്മളോട് തന്നെ ക്ഷമിക്കുക. ദുർബലർ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും, അവർ കാരണം ഇവർ കാരണം. എവിടെയും പോകുമ്പോൾ എപ്പോഴും ഒരു ന്യായീകരണം ഉണ്ടാകും. ആശ്രമത്തിൽ നിന്ന് ആര് ശരിയല്ലെന്നും പറഞ്ഞ് വഴക്കിട്ട് പോയ സന്യാസി കാട്ടിൽ പോയി ജീവിക്കാൻ തുടങ്ങി. കൂട്ടിന് വെള്ളം എടുക്കാൻ ഒരു മൺകലം എടുത്തിട്ടുണ്ടായിരുന്നു. കാട്ടുകിഴങ്ങുകൾ ഇതെല്ലാം ഭക്ഷിക്കും. അവസാനം അരുവിയിൽ ഇത് അവസ്ഥ ചെയ്യും. അരുവിയിൽ പോയി വെള്ളം എടുത്തുകൊണ്ട് വരും, കുടിക്കാനുള്ള വെള്ളം എടുത്തുകൊണ്ട് പോകും. ഇങ്ങനെ കിട്ടുന്നതെല്ലാം കഴിക്കും. പക്ഷെ ഒരു ദിവസം ഈ വെള്ളം പിടിച്ച് വെച്ചിട്ട് ഇദ്ദേഹം കരയിൽ വെച്ചിട്ട് കുളിക്കാൻ ഇറങ്ങുമ്പോഴേക്ക് ഈ വെള്ളം ഈ കലം വെച്ചത് ശരിയായാലും ഉരുണ്ട് പോയി, വെള്ളം കമന്നു പോയി. വീണ്ടും പോയി വെള്ളം എടുത്താൽ മതി. അതിന് പകരം അപ്പം തന്നെ കലമെടുത്ത് ഒറ്റയേറ് വെച്ച് കൊടുത്തു. ദേഷ്യം. അപ്പോൾ ഒരരിശം കൊണ്ട് ആറ്റിച്ചാടിയാൽ പല അരിശം കൊണ്ട് കയറാൻ പറ്റിയില്ലെന്ന് പറഞ്ഞ പോലെ കലം പൊട്ടിക്കഴിഞ്ഞ് ഇനി തപസ് ചെയ്യാൻ അവിടെ വെള്ളം കുടിക്കാൻ ആവശ്യമുള്ളപ്പോൾ വീണ്ടും തിരിച്ച് അരുവിയിൽ തന്നെ വരണം. വെള്ളം എടുത്തു വെക്കാൻ കുടിക്കാൻ നിവൃത്തിയില്ല. അപ്പോൾ ഇതാണ് മുൻശുണ്ടി മൂലം. ആശ്രമത്തിൽ താമസിച്ചാലും കാട്ടിൽ പോയി തപസ് ചെയ്താലും നമ്മുടെ ക്ഷമിക്കാൻ പറ്റാത്ത വെറുപ്പ് നിൽക്കുന്ന എടുത്തിയാടുന്ന സ്വഭാവം മാറ്റിയില്ലെങ്കിൽ ആശ്രമത്തിൽ പോയാലും കാട്ടിൽ പോയാലും വലിയ വ്യത്യാസമൊന്നുമില്ല. സ്വഭാവങ്ങളിൽ മാറ്റം ഉണ്ടാകണം, സ്വഭാവവും പെരുമാറ്റവും. നമ്മളിൽ തന്നെ നമ്മുടെ ആന്തരിക വ്യക്തിത്വം, അസ്തിത്വം, ഇതിനൊരു മാറ്റം. ട്രഡീഷൻ ആൻഡ് എൻവയോൺമെൻറ്റ്, പാരമ്പര്യത്തിൽ കൂടി കിട്ടിയതാണ് ചില കാര്യങ്ങൾ. എല്ലാം പാരമ്പര്യത്തിൻ്റെ മുകളിൽ കെട്ടി വെച്ചിട്ട് കാര്യമില്ല. മാറ്റാൻ പറ്റാത്ത ഒരു പാരമ്പര്യവും ഇല്ല. ദൈവത്തിൽ ആശ്രയിക്കുക. ജലത്താലോ ആത്മാവിനാലും വീണ്ടും ജനിക്കണം. പരിശുദ്ധാത്മാവിലൊരു വീണ്ടും ജനനം ഉണ്ടാകണം. അതിനാണ് 1 യോഹന്നാൻ 1:7 അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും. അപ്പോൾ ക്ഷമിക്കാത്ത വ്യക്തി എന്ത് പറയും? എപ്പോഴും തളർച്ച, എപ്പോഴും ക്ഷീണം. ഇപ്പോൾ കേട്ട വചനങ്ങൾ അതാ. താങ്ങാനാവാത്ത ചുമടായിരിക്കുന്നു, അസ്ഥികളിൽ ആരോഗ്യമില്ല, ശരീരത്തിൽ സ്വസ്ഥതയില്ല, അസ്ഥികളിൽ ആരോഗ്യമില്ല, വ്രണങ്ങൾ അഴുകി നാറുന്നു,
ജ്വരം കൊണ്ട് പൊള്ളുന്നു, അതായത് ഒരു പനി, ചൂട്, മുളകരച്ച് തേച്ച പോലെ എന്നൊക്കെ പറയും. ജ്വരം കൊണ്ട് പൊള്ളും. ജ്വരം എന്ന് പറഞ്ഞാൽ എന്താ? പനി അല്ലേ? അതിനല്ലേ പറയണ? ജ്വരപ്പനി എന്നൊക്കെ പറയും. ജ്വരം, ചൂട് അല്ലേ? ജ്വരം കൊണ്ട് പൊള്ളുന്നു. എപ്പോഴും പുകച്ചിൽ, എപ്പോഴും പുകച്ചിൽ, എപ്പോഴും പുകച്ചിൽ. എൻ്റെ ശരീരത്തിന് തീരെ സൗഖ്യമില്ല. അതാണ്, തീരെ സൗഖ്യമില്ല. ആരെങ്കിലും ഏതെങ്കിലും ഹോസ്പിറ്റലിലെ ഡോക്ടറെ കുറിച്ച് പറയണ കേൾക്കുമ്പോൾ അതൊക്കെ പോയി കഴിഞ്ഞതാ. അല്ലെങ്കിൽ മേടിച്ച് വെച്ചിട്ട് വീണ്ടും അങ്ങോട്ടോട്ടോ. ദൈവത്തിലേക്ക് തിരി, മനസ്സ് തിരി. ഈ ടെക്നീഷ്യൻ, ഈ നമ്മളിലെ ഏറ്റവും വലിയ ടെക്നീഷ്യനാണ് തമ്പുരാൻ. ആ ടെക്നീഷ്യനെ ശരിയാക്കാൻ പറ്റാത്തതൊന്നുമില്ല. ഡോക്ടറിനെ ഹോസ്പിറ്റലിനെ ചീത്ത പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വരിഞ്ഞു മുറുകിയിരിക്കുന്ന അവസ്ഥ മാറ്റിയിട്ടില്ല എങ്കിൽ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മൾ മരുന്നുകളൊക്കെ അപ്പോൾ ഫലിക്കും. ഞാൻ തീർത്തും ക്ഷീണിച്ച് തകർന്നിരിക്കുന്നു. ഹൃദയക്ഷോഭം നിമിത്തം ഞാൻ നെടുവീർപ്പെടുന്നു. ചങ്കിനെ കയറി പിടിക്കും. അറ്റാക്ക്, ബ്ലോക്ക്, ആകെ പ്രശ്നമായി. ഇന്ന് ബ്ലോക്ക് പൊട്ടിക്കല, വീണ്ടും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും പൊട്ടിക്കുന്നു. അപ്പോൾ ശരീരം പ്രതികരിക്കും. തലച്ചോറിൽ നിന്ന് എന്താണ് അവയവങ്ങളിലേക്ക് കൊടുക്കുന്നത്, തലയിൽ എന്താ വെച്ചിരിക്കുന്നത്? 10,000 കോടി ന്യൂറോൺസാണ് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. പലതരം ഹോർമോണുകളുടെ ഒരു സങ്കലനമാണ് നമ്മുടെ ശരീരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്, പ്രവർത്തനങ്ങളാണ്. അഡ്രിനാലിൻ, ഡോപ്പമിൻ, സെറോട്ടോണിൻ, ഓക്സിറ്റോക്സിൻ, ഇങ്ങനെ ഒത്തിരി ഒത്തിരി ഒത്തിരി, എൻഡോർഫിൻ. അപ്പോൾ ഒന്നിന് എതിരായിത്തീരുന്ന അവസ്ഥകൾ വരും. മനസ്സിനെ സന്തോഷിപ്പിച്ച് ഉള്ളതിലൊക്കെ തൃപ്തിപ്പെടാൻ തുടങ്ങുമ്പോൾ തന്നെ ജീവിതം അവനവനോട് തന്നെ രമ്യതയിലേക്ക്, ഇങ്ങനെ സൃഷ്ടിച്ചതിന്, ഈ കുടുംബത്തിൽ ജനിച്ചതിന്, ഇങ്ങനെയെങ്കിലുമൊക്കെ കാര്യങ്ങൾ പോകുന്നതിന് ദൈവമേ നന്ദി. എപ്പോഴും നന്ദി പറഞ്ഞ് താങ്ക്സ് ഗിവിങ് ആയിട്ട്, താങ്ക്ഫുള്ളായിട്ടൊന്ന് ജീവിക്കാൻ തുടങ്ങുക. അല്ലാതെ അവരുമായിട്ട് ഇവരുമായിട്ട് കുറേ പേർക്ക് സ്വസ്ഥതയില്ലാത്ത ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമോ സാരതമ്യപ്പെടുത്തുന്ന അവസ്ഥ. അവരുടെ ഭർത്താവ്, ഇവരുടെ ഭർത്താവ്, അയലക്കാരി, അയലക്കത്തെ കൊച്ചി, മറ്റേ കൊച്ചിനെ, കുട്ടികളിലോട്ട് പോലും ഈ വിഷം കയറ്റും. മത്സരം നല്ലതാണ്, ആരോഗ്യകരമായ മത്സരം ഏത് കാര്യത്തിനും നല്ലതാണ്. പക്ഷെ അനാരോഗ്യകരമായാൽ അത് കൊലപാതകത്തിലേക്കും സർവനാശത്തിലേക്കും ചെന്നെടുക്കും. ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തകളും, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും ഞെട്ടിക്കുന്ന വാർത്തകൾ ഇതിൽ നിന്നെല്ലാം ഉണ്ടാവുന്നത്. ആരോഗ്യകരമായ മത്സരം നല്ലതാണ്. അനാരോഗ്യകരമായ മത്സരവും താരതമ്യപ്പെടുത്തലും കൊലപാതകത്തിൽ അവിടം കൊണ്ട് പോലും തീരുന്നില്ല. കൊന്നതുകൊണ്ട് മാത്രം തീരുന്നില്ല. ഓരോ ദിവസവും വരുന്ന വാർത്ത. കഴിഞ്ഞ ദിവസം പാർട്ട്ണർമാരായിരുന്നതിൽ കാറ്ററിംഗ് നടത്തുന്നവർ അതിലൊരാളെ ഇടിച്ചിടിച്ച് കൊന്നിട്ട് മാൻഹോളിലൂടെ പുറത്തേക്ക് വിട്ടു. ഇപ്പോൾ പോലീസ് പിടിയിലായി. തെളിവുകൾ എവിടെയും ദൈവം എന്തെങ്കിലുമൊക്കെ അവശേഷിപ്പിക്കും. വീട്ടിലുള്ളവരെ മുഴുവൻ ചുറ്റിയൊക്കെ അടിച്ചു കൊന്നു. അവിടെയും കഥകൾ ഇതുപോലെയൊക്കെയുള്ള കാര്യങ്ങൾ, നിലനിൽപ്പിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ കടം വാങ്ങിച്ചു കൂട്ടിയും എല്ലാം വരുത്തി വെച്ച പല കാര്യങ്ങളും തകർച്ചകളും. അപ്പോൾ സ്വസ്ഥതയില്ല, ഹൃദയക്ഷമത്വം. ഞാൻ നെടുവീർപ്പെടുന്നു. കർത്താവേ, എൻ്റെ ആഗ്രഹങ്ങൾ അങ്ങേക്കറിയാമല്ലോ, എൻ്റെ തേങ്ങൽ അങ്ങേക്ക് അജ്ഞാതമല്ല. എൻ്റെ ഹൃദയം തുടിക്കുന്നു. ശരിയല്ലേ? ചങ്കിനല്ലേ വേദന, ചങ്കിനല്ലേ പുകച്ചിൽ. ടെസ്റ്റിങ്, ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി, എന്തെല്ലാം പരിപാടികളാണ് ചെയ്യുന്നത്. ഒരു പ്രാവശ്യമല്ല, പല പ്രാവശ്യം ചെയ്യുന്നു. അപ്പോൾ പറഞ്ഞ് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷുഗർ തുടങ്ങി, പ്രഷർ തുടങ്ങി, കൊളസ്ട്രോൾ തുടങ്ങി, തൈറോയ്ഡ് തുടങ്ങി, സ്പോണ്ടിലോസിസ്, ആർത്രൈറ്റിസ്, എന്തെല്ലാം പേരുകളാണ്, എന്തെല്ലാം രോഗങ്ങളാണ്. അപ്പോൾ പിന്നെ ന്യൂറോനെ കാണാൻ വേണ്ടി തുടങ്ങി, ഉറക്കം കിട്ടാതായിരിക്കാൻ തുടങ്ങി. പക്ഷെ എൻ്റെ ദൈവമേ, ഒന്ന് മനസ്സ് തണുപ്പിക്കുക. ഇങ്ങനെ ഹീറ്റാകല്ലേ. ഈ വണ്ടിക്കൊക്കെ, നമ്മുടെ ജീപ്പിനൊക്കെ മുമ്പിൽ, എൻജിൻ്റെ മുമ്പിൽ എന്തുണ്ട്? റേഡിയേറ്റർ ഉണ്ട്. റേഡിയേറ്റർ മുമ്പിൽ എന്തുണ്ട്? ഒരു ഫാൻ. അവിടെ ഒരു ഫാനുണ്ട്. ഈ ഫാനിൻ്റെ ബെൽറ്റ്, നാളെ ഒരു ദിവസം എൻജിൻ ഭയങ്കരമായിട്ട് ഹീറ്റായി. അപ്പോൾ റേഡിയേറ്റർ പ്രവർത്തിക്കുന്നുണ്ട്, പക്ഷേ എൻജിൻ്റെ ബെൽറ്റ് പൊട്ടിപ്പോയത് മൂലം ആ തണുപ്പിക്കൽ പ്രക്രിയ നിന്നിട്ടാണ് ഹീറ്റായി വെള്ളം തിളച്ചത്. അത് കണ്ടുപിടിച്ചില്ല, നിർത്തിയിട്ടില്ലായിരുന്നെങ്കിൽ എൻജിൻ സീസായി പോകും. എൻജിൻ പൊളിഞ്ഞ് എൻജിൻ പണിയേണ്ടി വരും. ഇതുപോലെ തന്നെ ഒന്നൊന്നിനോട് ബന്ധപ്പെട്ട് കിടക്കുക. ക്ഷമയ്ക്ക് പൊറുക്കെന്ന് പറയുമ്പോൾ പലരും തികഞ്ഞ അവജ്ഞയോടെ പറയും, ഇവനൊന്നും വേറെ പണിയില്ലേ, ക്ഷമിക്കെന്ന് പറയും. ക്ഷമ എല്ലാ സുഹൃത്തുക്കളുടെയും തായ്വേരാണ്. ഒരു വൃക്ഷത്തിൻ്റെ തായ്വേര് ഉണങ്ങിപ്പോയാൽ പോയി കഥ. ബാക്കി എന്ത് പേരും ഏത് കൊമ്പും ഉണ്ടായിട്ടും ഒരു കാര്യമില്ല.
അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇത് ഒരാൾക്കെങ്കിലും ഒന്ന് പ്രയോജനപ്പെട്ടാൽ ഞാൻ കൃതാർത്ഥനായി. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ നോയമ്പ് കാലത്ത് ശക്തമായിട്ട് പ്രേരണ തന്നതുകൊണ്ടാണ് ഈ ഒരു 38-ാം സങ്കീർത്തനോടത് ഇങ്ങനൊരു മെസ്സേജ് കൈമാറുന്നത്. അതുകൊണ്ട് നമ്മൾ പട്ടിണി കിടന്നുകൊണ്ടോ വെള്ളം കുടിക്കാതിരുന്നുകൊണ്ടോ അതൊക്കെ നല്ല കാര്യം, ഇതെല്ലാം ഇതിനെ സഹായിക്കും. പക്ഷെ അതിലൂടെ നമ്മൾ സ്വയം ഒരു എളിമപ്പെടൽ, മാനസാന്തരത്തിലേക്ക് കടന്നു വരണം, മാപ്പ് ചോദിക്കാൻ, മാപ്പ് കൊടുക്കാൻ. പാട്ടിൻ്റെ വരികളില്ലേ, മാപ്പേകു ദൈവമേ മാപ്പരുൾക മാലിന്യമെല്ലാം അകറ്റിയിടുക. ഒരാൾ ധ്യാനം കഴിഞ്ഞ് വന്നിട്ട് മാപ്പ് ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ അവൻ എന്താണ് ധ്യാനത്തിനാണ്ട് പോയെന്നും പറഞ്ഞു വന്നേക്കണേണ് മാപ്പ് ചോദിക്കാൻ എന്ന് പറഞ്ഞോടി വീണ്ടും കുറേയും കൂടെ വഴക്കുണ്ടാക്കിയിട്ട് പോകുന്നു. അപ്പോൾ ആ മാപ്പ് ചോദിക്കാൻ പോയതിന് വല്ല അർത്ഥമുണ്ടോ? അതുകൊണ്ട് നിരുപാധികം ക്ഷമിക്കുക, ഉള്ളതായാലും ഇല്ലാത്തതായാലും. ഇനി അതിന് പ്രായവും സീനിയോറിറ്റിയും ഒന്നുമില്ല, മൂത്തവർ ഇളയവരൊന്നുമില്ല. ആർക്ക് സമാധാനത്തോടെ, ഭാര്യയെന്നോ ഭർത്താവെന്നോ ഒന്നുമില്ല, ആർക്ക് സമാധാനം. ചിലർ സമാധാനം ഉണ്ടാക്കുന്നത് പായം ചുരുട്ടി വേറെ മുറിയിലേക്ക് പോയേക്കും, വേറെ ഹാളിലേക്ക് പോയേക്കും. അത് രക്ഷപ്പെടലാണ്, ഒളിച്ചോട്ടമാണ്. അനുസരണക്കേടിൻ്റെ വഴിയെ പോയ യോന പ്രവാചകൻ്റെ അതിനേക്കാൾ കഷ്ടമാണ്. കൂതാശകളുടെ ലംഘനം. വിവാഹം ഒരു കൂതാശ. ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാനല്ല, രക്ഷപ്പെടാനല്ല, അല്ലെ കൊച്ചുങ്ങളെ പിടിച്ച് നടുക്കേറ്റി കിടത്തി ഭാര്യ ഭർത്തൃ ദാമ്പത്യ കർമ്മങ്ങളിൽ നിന്ന് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനല്ല. അതൊക്കെ തട്ടിപ്പും വെട്ടിപ്പുമാണ്, ഈ നികുതിയൊക്കെ വെട്ടിക്കുന്നത് പോലെ. അതുകൊണ്ട് എന്താ ഫലം? എന്താ? ഒന്നും കൂടെ പിശാച് കയറി കുടിൽ കെട്ടി വസിക്കുന്ന അവസ്ഥ. മക്കളുടെ ജീവിതത്തിൽ അതിനേക്കാൾ അപ്പുറം തകർച്ചകൾ ധാരാളം കണ്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥകളാണ്. അതുകൊണ്ട് മക്കളുടെ ജീവിതത്തിൽ അനുഗ്രഹം വേണം, മാതാപിതാക്കൾ വിശുദ്ധീകരിക്കപ്പെടണം. അപ്പോൾ എൻ്റെ ശക്തി ക്ഷയിക്കുന്നു, എൻ്റെ കണ്ണുകളുടെ പ്രകാശവും നഷ്ടപ്പെട്ടിരിക്കുന്നു. കൺമുമ്പിൽ കൂടി പോണവനെ പോലും കാണാത്ത അവസ്ഥ, വിളിച്ചിട്ട് പോലും കാണുന്നില്ല, കേൾക്കുന്നില്ല. കണ്ണിൻ്റെ മാത്രമല്ല, എൻ്റെ സുഹൃത്തുക്കളും കൂട്ടുകാരും മഹാമാരി നിമിത്തം എന്നിൽ നിന്ന് അകന്നിരിക്കുന്നു, ഉറ്റവർ അകന്നു മാറും. നമുക്കറിയാം, ഇത് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാകും. കോവിഡൊക്കെ വന്നപ്പോഴത്തേക്കും ഉറ്റവരുമില്ല, ഉടയവരുമില്ല, ഗൾഫിൽ നിന്ന് വന്നവരെ കൊണ്ടുവരാൻ, ആ കഥ തന്നെ ആദ്യം പറയാം. ഒരു കാലത്ത് അവരെ സ്വീകരിക്കാനും കൊണ്ടുവരാനും വിമാനത്താവളത്തിൽ കൊണ്ടുവന്നാക്കാനും ഇത് ഉറ്റവരുമില്ല, ഉടയവരുമില്ല, കൂടപ്പുറപ്പുമില്ല, ആരുമില്ല. അനാഥപ്രേതങ്ങളെപ്പോലെ നമ്മുടെ നാടിന് വിദേശ നാണ്യം കൊണ്ടുവരുന്നവരാ. അവർ അനുഭവിച്ച വേദനകളും വിഷമങ്ങളും ആ കാലത്ത്, കോവിഡ് കാലത്ത് വളരെ വലുതായിരുന്നു. പ്രിയപ്പെട്ടവരുടെ വേർപാട്. അപ്പോൾ മഹാമാരി വന്നപ്പോൾ ബന്ധുക്കളുമില്ല, സ്വന്തക്കാരുമില്ല. അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നവരും ആരെ അന്വേഷിക്കുന്നില്ല. ഒരു ശവസംസ്കാരത്തിന് പോലും കൂടുതൽ സ്നേഹിക്കാൻ പോയാൽ രോഗം പിടിപെടും. ഇതുപോലത്തെ അവസ്ഥയാണ്, വെറുപ്പും വെച്ച് ജീവിക്കുന്ന അവസ്ഥ. എന്നിട്ട് പറയാം ആരും വരുന്നില്ല, ആരും തരുന്നില്ല, ആരും അന്വേഷിക്കുന്നില്ല എന്ന് പറയും. ആരും തന്നാലും ആരും വന്നാലും ഒന്നും മുഴുക്കാൻ പോകുന്നില്ല. ദൈവം തരാത്തതൊന്നും നമുക്ക് കിട്ടണ്ടെന്ന് പ്രാർത്ഥിച്ചാൽ മതി. ദൈവം പറഞ്ഞവർ മാത്രം വന്നാൽ മതി എന്നും പറഞ്ഞ് നമുക്ക് ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റും. ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന കടമകൾ നിറവേറ്റി ജീവിക്കുക. എൻ്റെ സുഹൃത്തുക്കളും കൂട്ടുകാരും മഹാമാരി നിമിത്തം എന്നിൽ നിന്ന് അകന്നു നിൽക്കുന്നു, ഉറ്റവർ അകന്നു മാറുന്നു. നമ്മുടെ കയ്യിലിരിപ്പിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ടോ എന്ന് ചിന്തിക്കുക. ഞാൻ പെർഫെക്റ്റ് ആണെന്നും പറഞ്ഞിരുന്ന പോയി കഥ. അവനെ ഇങ്ങനെ പറയും, ഉറക്കം നടിക്കുന്നവനെ എഴുന്നേൽപ്പിക്കാൻ പാടാണ്, ഉറങ്ങുന്നവനെ എഴുന്നേൽപ്പിക്കാൻ വലിയ പാടില്ലെന്ന് പറയും, അല്ലേ? അപ്പം അതുകൊണ്ട് എനിക്കൊരു കുഴപ്പമില്ല. അവർക്കാ കുഴപ്പം, ഇവർക്കാ കുഴപ്പം, പള്ളിക്കാ കുഴപ്പം, അച്ഛനാ കുഴപ്പം, കൂട്ടുകാർക്കാ കുഴപ്പം, വീട്ടുകാർക്കാ കുഴപ്പം. അതാദ്യം മാറ്റം വരുത്ത്. മഞ്ഞപ്പിത്തം പിടിച്ചവനെ എല്ലാം മഞ്ഞയിട്ടേ തോന്നത്തുള്ളൂ. അതല്ലേ സിമ്പിളായിട്ട് പറയാൻ എളുപ്പം. അപ്പോൾ എൻ്റെ ജീവനെ വേട്ടയാടുന്നവർ കെണികൾ ഒരുക്കുന്നു, എന്നെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നവർ വിനാശത്തെപ്പറ്റി സംസാരിക്കുന്നു. എന്തിനു പോയാലും എതിർപ്പും ശത്രുതയും കെട്ടുകളും കുഴപ്പങ്ങളും ആയിത്തീരുന്ന കുരുക്ക് മുറുകുന്ന അവസ്ഥ. അവർ ദിവസം മുഴുവനും വഞ്ചന നിനയ്ക്കുന്നു. ഞാൻ ബദിരനെ പോലെയാണ്, ഒന്നും കേൾക്കുന്നില്ല. വായി തുറക്കാത്ത മൂകനെ പോലെയാണ് ഞാൻ, ചെവി കേൾക്കാത്തവനെ പോലെയാണ് ഞാൻ. ഒരു മറുപടിയും പറയാം. എനിക്ക് കാണുകയും വേണ്ട, കേൾക്കുകയും വേണ്ട, എന്നോട് പറയുകയും വേണ്ടെന്ന് പറയും. അവസാനം ചെവിയും പറയണില്ല, കണ്ണിനും പ്രശ്നം, കാതിനും പ്രശ്നം, ആകെ കുരുക്കുമുറി അവസ്ഥ. അതുകൊണ്ട് എന്നോട് പറയാൻ വേണ്ട, കേൾക്കാൻ വേണ്ട. ഒരു ശ്മശാനമുഖമായ അവസ്ഥകളിൽ ജീവിക്കുന്ന കുടുംബങ്ങളും ബന്ധങ്ങളും. ആ നേരം വെളുക്കുന്നു, രാത്രിയാവുന്നു, അങ്ങനെ പോകുന്നു. അതുകൊണ്ട് ഇങ്ങനെ പോയാൽ മതിയാ. ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഈ 38-ാം സങ്കീർത്തനം 3 മുതൽ
14 വരെയുള്ള ആ വചനങ്ങൾ എടുത്ത് നമുക്ക് ആത്മശോധന ചെയ്തിട്ട് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവം, പ്രാവുന്ന സ്വഭാവം, തെറിവിളിക്കുന്ന സ്വഭാവം, നമ്മുടെ ഉള്ളിൽ ക്ഷമിക്കാത്ത അവസ്ഥകളാണ്, ഉള്ളിലടച്ച പോലത്തെ വേദന, കിടന്ന ഉറക്കം വരുന്നില്ല, ഉറക്കം കിട്ടുന്നില്ല, ഉറക്കം മുഴുമിക്കുന്നില്ല, മരുന്നുകൾ ഫലിക്കുന്നില്ല, ഇതിലൊക്കെ ഒരു മാറ്റം വേണ്ടേ? എപ്പോഴും രോഗി എന്നും പറഞ്ഞിരുന്നു മറ്റുള്ളവരുടെ സഹതാപം മേടിക്കാനുള്ള ഒരു തരം ഒളിച്ചോട്ടം. അപ്പം അതിൽ നിന്നൊക്കെ മാറും. മാറാത്തായിട്ടൊന്നുമില്ല. എൻ്റെ ഒരു സുഹൃത്ത് ഇതാ തളവാത രോഗി സൗഖ്യപ്പെട്ടിട്ട് ഇപ്പോൾ ആഫ്രിക്കയിലും മൊറോക്കയിലൊക്കെ പോയി വചനം പ്രഘോഷിക്കുന്ന വചനപ്രഘോഷകനാണ്. തളർന്ന് സ്പൈനൽ കോഡ് തകർന്ന് കട്ടിലയിൽ കിടന്നിരുന്ന, ഇനി അതിന് ചികിത്സയില്ലെന്ന് ഡോക്ടർമാർ പറഞ്ഞിരുന്ന വ്യക്തി വചനം വഴി സൗഖ്യം പ്രാപിച്ച്. മാനസിക രോഗിയാണ്, കല്യാണം കഴിപ്പിക്കരുതെന്ന് ഡോക്ടർമാർ എല്ലാ കാര്യം തുറന്നു പറഞ്ഞാട്ടോ കല്യാണം നടന്നു പറഞ്ഞിരുന്ന അവസ്ഥ. ഞാൻ തലവട്ടിരിക്കുന്ന കൊച്ചിനെ കല്യാണം കഴിച്ചിരിക്കുന്നത്. കുടുംബമായിട്ട് കുഞ്ഞുങ്ങളുമായിട്ട് സന്തോഷത്തോടെ ജീവിക്കുക. ഗ്യാരണ്ടിയുള്ള അല്ലെങ്കിൽ ഉദാഹരണ സഹിതം പറയാൻ സ്വന്തം അനുഭവങ്ങൾ തന്നെ ഒത്തിരി ഉണ്ട്. കല്യാണം കഴിപ്പിക്കരുതെന്ന് പറഞ്ഞാൽ, കല്യാണം വേണ്ടെന്ന് പറഞ്ഞാൽ, അത് ഈ കാരണം കൊണ്ടാണെന്ന് പറഞ്ഞാൽ മറച്ചു വെക്കാതെ തുറന്നു പറഞ്ഞ് കാര്യങ്ങൾ നടത്തി. കർത്താവ് അത്ഭുതകരമായിട്ട് സൗഖ്യപ്പെടുത്തി. മാറാത്തതായിട്ട് ഒന്നുമില്ല, ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ജെറമ്യാ 32:27, ലൂക്കാ 1:37, മാർക്കോസ് 10:27, ഉൽപ്പത്തി 18:14. ഈ വചനങ്ങളൊക്കെ വെച്ച് പ്രാർത്ഥിച്ചോ. അതുകൊണ്ട് ഇങ്ങോട്ട് വരട്ടെ എന്നും പറഞ്ഞിരിക്കണ്ട. അങ്ങോട്ട് നമ്മൾ കെട്ടുകൾ അഴിക്കുക, നന്മ ചെയ്യുക, ക്ഷമിക്കുക, അനുഗ്രഹിക്കുക. ശപിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ മാപ്പ് പറയണം, നല്ലൊരു കുമ്പസാരമൊക്കെ നടത്തണം. ആരും ആകട്ടെ, അപ്പനോ അമ്മയോ ആങ്ങളെയോ ഭർത്താവോ ചേട്ടനോ ചേച്ചിയോ, പഴയ വൃത്തികെട്ട വിലകെട്ട കാര്യങ്ങളൊക്കെ കളയും. നമ്മൾ ആരും പൂർണ്ണതയുള്ളവരല്ല, അപ്പം ആരും പെർഫെക്റ്റ് അല്ല, കുറവില്ലാത്ത ആരും ഈ ലോകത്തില്ല. എത്ര വലിയ അത് വല്ലതും മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ പ്രഭാഷകൻ 40:2 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ സമയമുള്ളപ്പോൾ എടുത്ത് വായിച്ചോ. ആരുമില്ല പൂർണ്ണരായിട്ട്. മനുഷ്യരുടെ ഇടയിൽ ആരും പൂർണ്ണരായിട്ടില്ല. എല്ലാ മനുഷ്യരിലും അസൂയയും കുശുമ്പും കൊതിയും കുറുമ്പും അത്യാഗ്രഹവും എല്ലാം ഉണ്ട്. എല്ലാ ക്രമക്കേടുകളും ഉണ്ട്. അതുകൊണ്ടാണ് വിശ ഫ്രാൻസിസ് അസീസിയൊക്കെ പറഞ്ഞ മരണം കൊണ്ട് മാത്രമേ ഒരുവനെ വിശുദ്ധൻ എന്ന് പറയാനായിട്ട്, മരണം വരെയും നമുക്ക് പറ്റത്തില്ല. നമ്മൾ വാഴ്ത്തിക്കൊണ്ടിരിക്കും ചിലപ്പോൾ ദുർബലരായ മനുഷ്യരെ, പക്ഷെ ആന്തരിക തലം നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഇന്ന് കേട്ട ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മൾക്ക് താങ്ങാനാവാത്ത ചുമടായിരിക്കുന്ന, അല്ലെങ്കിൽ തൊട്ടടുത്ത് വരെയും വരും, തട്ടിത്തൂകി പോകുന്ന അവസ്ഥയാണ്. രാജാവിനെ പോലെ ജീവിക്കേണ്ടവനിപ്പോൾ ദരിദ്രവാസീനെ പോലെ അനുഭവിക്കുന്ന അവസ്ഥകൾ. എന്നിട്ട് മറ്റുള്ളവരുടെ ഉയർച്ചയും വളർച്ചയും കണ്ട് സ്വസ്ഥതയില്ല, അല്ലെങ്കിൽ അവരാ കാരണം ഇവരാ കാരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ. അതുകൊണ്ട് വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മളെ തന്നെ ശുദ്ധീകരിച്ച് വെറുപ്പ് വിദ്വേഷങ്ങൾ നമ്മളിൽ നിന്ന്, കുടുംബത്തിൽ നിന്നും, മക്കളിലോട്ടൊക്കെ ഇത് അങ്ങനെ തന്നെ കയറ്റിവിട്ടവരുണ്ട്. ഇന്ന് ഇവർ മാറ്റാൻ തയ്യാറാണെങ്കിലും കുഞ്ഞു പ്രായത്തിലെ മക്കളിലോട്ടൊക്കെ കയറ്റിവിട്ടിട്ട് കൂടപ്പിറപ്പങ്ങളായിട്ടും ബന്ധുക്കളായിട്ടും മക്കൾ അതിനേക്കാൾ 10 മടങ്ങ് വെറുപ്പും വാശിയും അവർ തമ്മിലും, സഹോദരങ്ങളും മക്കൾ തമ്മിലും എല്ലാം ശത്രുതയും കെട്ടും. അതുകൊണ്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്തി ഈശോയുടെ തിരക്തം കൊണ്ട് കഴുകണേന്ന് പ്രാർത്ഥിക്കുക. ഏറ്റവും വലിയ ഒറ്റമൂലിയാണ് യേശുവിൻ്റെ തിരക്തം. 1 യോഹന്നാൻ 1:7. അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും പോക്കി നിങ്ങളെ ശുദ്ധീകരിക്കും. കർത്താവ്, ഇന്ന് ഈ വചനം കേട്ട 38-ാം സങ്കീർത്തനത്തിൽ രോഗിയുടെ രോദനം എന്ന ഈ വചനത്തിലൂടെ കർത്താവെ, ഞങ്ങളുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും ബന്ധിച്ചിട്ടിരിക്കുന്ന ആ ചകിത്താൻ കോട്ടകളെ അങ്ങ് അറുത്തു മാറ്റണമേ. ഞങ്ങൾ ക്ഷമിക്കുന്നു കർത്താവെ. ഞങ്ങളെ വേദനിപ്പിച്ചവരോടും ഞങ്ങൾ മൂലം വേദനിച്ചവരോടെല്ലാം യേശുനാഥിൽ ക്ഷമ ചോദിക്കുന്നു. ഞങ്ങളോട് തന്നെ ഞങ്ങൾ ക്ഷമിക്കുന്നു. യേശുവിനോട് ക്ഷമ ചോദിക്കുന്നു. സ്വർഗത്തിനെതിരായി, പിതാവെ അങ്ങേക്കെതിരായി, പരിശുദ്ധാത്മാവിനെതിരായി ഞങ്ങളിന്ന് വന്നുപോയ വെറുപ്പ് നിറഞ്ഞ മടുപ്പ് നിറഞ്ഞ അവസ്ഥകൾ, ഈ ജന്മത്തെ ചോദ്യം ചെയ്ത അവസ്ഥകൾ, എന്തൊരു ജന്മം, എന്തൊരു ജീവിതം, എന്തിനായി കുടുംബത്തിൽ, അല്ലെങ്കിൽ എന്ത് ചെയ്തിട്ടും കാര്യമില്ല, ഞങ്ങളുടെ സ്ഥിതി കണ്ടില്ലേ എന്ന് പറയുന്ന താരതമ്യപ്പെടുത്തുന്ന അവസ്ഥകൾ കർത്താവെ, മറ്റുള്ളവർ പലരോടും വെറുപ്പ് വൈരാഗ്യങ്ങൾ, അവരെ മടുപ്പ് വിചാരിച്ച് അവരോട് അസൂയ തോന്നി കള്ളക്കഥകൾ മെനഞ്ഞു. പാട്ടിൻ്റെ വരികളിൽ പറയുന്നത്, ഒരുവനിങ്ങുയർന്നു വന്നാൽ മനസ്സിലാദിയായി അവനുമേലസൂയമൂത്തു കഥമെനഞ്ഞു ഞാൻ ഹിതകരമായ വചസാൽ പഴി പറയുവതേതു നിമിഷം ഈശോ നാദാ കനിവാർന്നു മാപ്പുതരൂ നീ.
യേശുവേ കരുണ തോന്നണമേ കർത്താവേ. ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ, ഇഷ്ടമില്ലാത്ത ആൾക്കാർ, ഇഷ്ടമില്ലാത്ത വ്യക്തികൾ, അവരെക്കുറിച്ച് കർത്താവേ പാൽപ്പായസം പോലെ ഞങ്ങൾ വിളമ്പുന്നത് പോലെ കള്ളക്കഥകൾ, നുണകളൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ആശ്വാസം കണ്ടെത്താൻ ശ്രമിച്ചു. എന്നാൽ ഞങ്ങളുടെ ഉള്ളിലെ അസൂയ, വെറുപ്പ്, വാശി, വൈരാഗ്യമാണ് ഇതെല്ലാം ഞങ്ങളെ ചെയ്യിച്ചത്. ഇന്ന് ഈ വചനത്തിലൂടെ ഞങ്ങൾക്ക് വേണ്ടി മുറിവേറ്റ യേശുവേ, ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിതനായ യേശുവേ, ആ തിരുമുറിവോട് ചേർത്ത് തിരക്തം കൊണ്ട് കഴുകി ഞങ്ങളൊരു പുതിയ സൃഷ്ടിയാക്കി രൂപാന്തരപ്പെടുത്തണമേ. തലമുറകളിലേക്ക് ഈ വെറുപ്പ് കടന്നു വരാതിരിക്കട്ടെ കർത്താവേ. ഞങ്ങൾ നേടുന്ന പുണ്യസമ്പാദനങ്ങൾ, ഞങ്ങൾ നേടിവെക്കുന്ന സമ്പത്തുകൾ കുടുംബത്തിലേക്കും തലമുറകളിലേക്കും കടന്നു വരുന്നത് പോലെ ഞങ്ങൾ നേടിവെച്ചിരിക്കുന്ന വെറുപ്പ്, വാശി, ചത്താലും ക്ഷമിക്കൂല, മരിച്ചാലും മിണ്ടൂലെന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇന്ന് ഞങ്ങളിലും, ഞങ്ങളിലൂടെ, അതുപോലെ തലമുറകളിലൂടെ ഞങ്ങളിലൂടെ ഇന്ന് മറ്റ് ഞങ്ങളുടെ കുടുംബത്തിലേക്കെല്ലാം കടന്നു വന്ന് ഞങ്ങളെ പിശാച് ബന്ധിച്ച് വരിഞ്ഞു മുറുകി. ഒന്നിലും അഭിവൃദ്ധിയില്ല, നന്മകൾ, മംഗളകാര്യങ്ങൾ സംഭവിക്കുന്നില്ല, നല്ല കാര്യങ്ങളോട് വെറുപ്പ്, മടുപ്പ്, എതിരേൽക്കുന്ന, പ്രാർത്ഥനയിൽ കൂടുന്നില്ല, പള്ളിയിൽ പോകുന്നില്ല, എന്തിനും ഏതിനും തർക്ക സ്വഭാവം, ഇന്ന് കുടുംബത്തെ വേട്ടയാടുന്ന, വരിഞ്ഞു മുറുകുന്ന അവസ്ഥകൾ യേശുവിൻ്റെ തിരക്തം കൊണ്ട് ഞങ്ങളെ, ഞങ്ങളുടെ സാമ്പത്തിക വരുമാനം അറിഞ്ഞ കുടുംബത്തെ, മക്കളെ, ഞങ്ങളുടെ കുടുംബം ഇന്ന് മരിച്ചുപോയവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. വെറുപ്പും വൈരാഗ്യം വെച്ച് മരിച്ചുപോയവർ, അവരുടെ ആത്മാക്കളെ കൈക്കൊള്ളണം. അവർക്ക് വേണ്ടി ഞങ്ങൾ മാപ്പപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിച്ചിരിക്കുന്നവരോട് കർത്താവേ യേശുനാമത്തിൽ ഞങ്ങൾ ക്ഷമിക്കുന്നു. ഞങ്ങളെ മുറിപ്പെടുത്തിയവർ, ഇല്ലാ വചനങ്ങൾ പറഞ്ഞവർ, ഞങ്ങൾ മുറിപ്പെടുത്തിയവർ, അവരെല്ലാം തിരക്തം കൊണ്ട് ഇപ്പോൾ കഴുകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുനാമത്തിൽ വെറുപ്പ് നീങ്ങട്ടെ, മടുപ്പ് നീങ്ങട്ടെ, മാരക രോഗങ്ങൾ പോലും സൗഖ്യപ്പെടട്ടെ, ഉണങ്ങാത്ത മുറിവുകൾ യേശുനാമത്തിൽ കരിയട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ പ്രാർത്ഥിച്ച അവസരങ്ങളിൽ പഴുപ്പ് മാറാത്ത, ഉണങ്ങാത്ത, കയ്യിലെ വിരൽ മുറിച്ച് കളയണമെന്ന് വന്ന് പറഞ്ഞ കേസ് പോലും സുഖപ്പെട്ടിട്ടുണ്ട്. കാലിൽ ഡ്രസ്സ് ചെയ്ത് പഴുത്ത് തുരന്ന് ടെസ്റ്റിനൊക്കെ അയച്ച പൊറുക്കാത്ത മുറിവ്, ഒരു വ്യക്തിയുള്ള വെറുപ്പ് മാറ്റിയപ്പോൾ ക്ഷമിച്ച സംഭവം ഓർക്കുന്നു. ഇങ്ങനെ കയ്യിലുണ്ടായിരുന്ന മുഴ പോയി ശത്രുവിനോട് ക്ഷമിച്ചു പ്രാർത്ഥിച്ചപ്പോൾ 2 കൈയും പൊക്കാൻ പറ്റാതെ 2 മക്കളോടും വെറുപ്പും. പുറത്തു നിന്ന് നോക്കിയാൽ നല്ല മിനുസമുള്ള കുടുംബം, മക്കൾ തമ്മിൽ വസ്തുവിനെക്കുറിച്ച്, അപ്പം മരിച്ചതിനെക്കുറിച്ച് പ്രശ്നം ഉണ്ടായപ്പോൾ കത്തിയെടുത്ത് അങ്ങാടും കുത്താൻ പോയപ്പോൾ നടുക്ക് വീണ അമ്മ. കർത്താവെ, അതെല്ലാം സോൾവായിപ്പോയി, വീതം പ്രശ്നമല്ല. പക്ഷെ അമ്മയുടെ ഉള്ളിൽ വെറുപ്പ്. 2 മക്കളും ആ ദിവസം ഉണ്ടായ ആദി ക്ഷമിച്ച് ക്ഷമ കൊടുത്തപ്പോൾ കൈ പൊക്കാനും കൈ താഴ്ത്താനും മാറുകയില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞ രോഗം പോലും ക്ഷമിച്ചപ്പോൾ സൗഖ്യപ്പെട്ടല്ലോ. അപ്പനോട് ക്ഷമിച്ചപ്പോൾ, മക്കളോട് ക്ഷമിച്ചപ്പോൾ, ഈശോ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്നവർ വിട്ടുമാറാത്ത വ്രണങ്ങൾ, മുറിവുകൾ, തേയ്മാനങ്ങൾ, പഴക്കം ചെന്ന നടുവേദന. ഞാൻ ഓർക്കുന്ന ഒരു സഹോദരിക്ക് വേണ്ടി എസെക്കിയേൽ 37 വായിച്ച് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു കൊടുത്തു. ഫോണിൽ കൂടെ ഒന്നിടവിട്ട ചില ദിവസങ്ങൾ പ്രാർത്ഥിച്ചു. വിട്ടുമാറാത്ത നടുവേദന മാറിപ്പോയി. ആ കുടുംബത്തിൽ ഒട്ടനവധി അനുഗ്രഹങ്ങൾ കടന്നു വന്നു. ഇങ്ങനെ ഒത്തിരി സംഭവങ്ങൾ, മൈഗ്രെയിൻ തലവേദനയൊക്കെ വിട്ടുപോയ സംഭവങ്ങൾ ഓർക്കുകയാണ്. കർത്താവ്, ഇന്ന് ഇതെല്ലാം പറയിക്കുന്ന നിൻ്റെ കൃപ ഒന്നുകൊണ്ട് മാത്രമാണല്ലോ. ഈ വചനം കേൾക്കുന്നവരെ കർത്താവ്, രോഗികളെ സുഖപ്പെടുത്താനുള്ള ശക്തി നിൻ്റെ മേലുണ്ടല്ലോ. കർത്താവ്, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവിടുത്തെ ഉന്നതമായ അധികാരത്തിൽ യേശുവിൻ്റെ തിരുരക്തത്തിൻ്റെ ശക്തി ഈ സമൂഹത്തിൻ്റെ മേൽ കടന്നു വരട്ടെ. ഈ തിരുരക്തം കടന്നു വന്ന് വരിഞ്ഞു മുറുകി വാശി പിടിച്ച് ഇരിക്കുന്ന അവസ്ഥകൾ, പാരമ്പര്യമായിട്ട് കടന്നു വന്ന കെട്ടുകൾ, കർത്താവെ, ആ മേഖലയെല്ലാം തിരുരക്തം കൊണ്ട് കഴുകി ക്ഷമിക്കാനുള്ള കൃപ തിരുക്കുരിശോട്, തിരുമുറിവോട് ചേർക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. മാലാഖമാരെ ഞങ്ങൾക്ക് കാവലായിരിക്കണമേ. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. നല്ല ഉറക്കം കിട്ടും. ഏറ്റവും വലിയ കാര്യം അതാ. ശ്വാസതടസ്സവും വിങ്ങലും പൊട്ടലും ഒക്കെ മാറും, ടെൻഷനൊക്കെ മാറും. ഓടി നടന്ന് അന്വേഷിച്ചിട്ട് തടസ്സപ്പെട്ട് കിടക്കുന്ന കിട്ടാത്ത കാര്യങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്ന് അന്വേഷിച്ച് തരുന്നത് പോലെ തുറന്ന് കിട്ടും. അനുഭവങ്ങൾ ബ്രദറി പറയുന്നതിനേക്കാൾ സാക്ഷ്യപ്പെടുത്താൻ നിങ്ങൾക്കിടയാകും. അതുകൊണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. കമൻസ്, ഷെയർ, ലൈക്ക് ഇവയിലൂടെ സെൻറ്റ് മേരീസ് പ്രേമശ്രീയുടെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ സാധിക്കുന്ന രീതിയിൽ പങ്കുകാരാകാം. ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.